പ്രണയത്താലി. രചന ഭാവയാമി യാമി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എൻ നൂഞ്ഞേരി. ആദി, നാട്ടിലെത്തിയാൽ നമ്മളൊക്കെ മറക്കോ? പൂച്ചെറുക്കനല്ലേ, കല്യാണം കഴിഞ്ഞാൽ പിന്നെ കെട്ടികളായിട്ട് അങ്ങ് ഒതുങ്ങിക്കൂടാനാണ് പരിപാടി. റൂംമേറ്റ് ആകാശിന്റെ സംസാരം കേട്ട് ആദർശ് എന്ന ആദ്യം ഒന്ന് ചിരിച്ചുകൊണ്ട് അവനോടായി തിരികെ പറഞ്ഞു. നല്ല ചോദ്യം. 3-4 മാസം ലീവ് കഴിഞ്ഞ് ഞാനിങ്ങ് വരില്ലേ? പിന്നെ നിങ്ങളുടെ കൂടി റൂമിൽ തന്നെയല്ല എൻ്റെ ജീവിതം. നിങ്ങളങ്ങനെ മറക്കുവാനെന്തോ ഞാൻ. പിന്നെ അത് കെട്ടിയോള് പാർവതി എന്ന പാറു. അവള് നാട്ടിലങ്ങനെ എൻ്റെ വരവും കാത്തിരിക്കല്ലേ, ഒരു വേഴാമ്പലിനെ പോലെ. അളിയ, നീ ശരിക്കും ഭാഗ്യവനാ. അല്ല, ഇവന് സ്കൂൾ ലൈഫ് മുതൽ മനസ്സിൽ കൊണ്ടുവരുന്ന പെണ്ണിനെ ഇങ്ങനെ സ്വന്താക്കാൻ പറ്റുമോ? അനന്തുവായിരുന്നു ആദ്യോട് പറഞ്ഞത്. അത് കേട്ട് ആദ്യം ഒന്ന് പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതേടാ, ഞാൻ ഭാഗ്യവാൻ തന്നെയാ. നിലത്തെടുത്ത് പഠിക്കുന്ന കാലം മുതലേ ഞാൻ പാറുവിനെ കാണാൻ തുടങ്ങിയ ആ കുറുമ്പിയെ. പ്രിയ കൂട്ടുകാരുടെ കൈയും പിടിച്ച് നടന്നു വരുന്ന പാറുവിനെ കാണാൻ വഴിയരികിൽ ഞാൻ കാത്തുക്കുമായിരുന്നു. ഒരിക്കൽ അക്ഷരം പഠിച്ചു കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ മാവിൻ ചൂടിലെ വെയിൽ തട്ടി അവൾ മറിഞ്ഞു വീണു. മുട്ടുപൊട്ടിയ പെണ്ണിന്റെ കരച്ചിൽ കണ്ടപ്പോൾ നെഞ്ചിൽ തീയാണ് പടർന്ന്. പക്ഷെ അന്നൊന്നും ഇല്ലാത്തൊരു വികാരമായിരുന്നു പൊടിമീശക്കാരനായിട്ട് ആ കാന്താരി പെണ്ണിനെ പിന്നീട് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ഞാൻ 10ലും അവൾ 8ലും പഠിക്കുന്ന കാലം. അന്ന് എൻ്റെ കൂട്ടുകാരൻ ശ്രീലാല് അവളോട് പ്രണയാഭ്യർത്ഥന നടത്തിയപ്പോൾ എൻ്റെ മനസ്സുവല്ലാതെ വിങ്ങിയിരുന്നു. അതെന്തിനാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അന്ന് എൻ്റെ ഉറ്റ കൂട്ടുകാരായിരുന്നു രൂപേഷും ശങ്കർ എന്ന ശങ്കരനും. അവരാ എനിക്ക് പാറുവിനോട് പ്രണയാണെന്ന് കണ്ടെത്തിയത്. അന്ന് തുടങ്ങിയതാ എൻ്റെ പാറുവിനോട് എനിക്കുള്ള ഭ്രാന്ത്. അവളൊന്ന് കാലുവഴുതി വീണ എൻ്റെ നെഞ്ചിലൊരാളല. കണ്ണിൽ നിന്ന് കണ്ണീര് വന്ന എൻ്റെ ചങ്കിൽ നിന്ന് രക്തം പൊടിയുന്ന പോലെയാ. ചന്ദ്രോത്ത് മാധവമേനോന്റെ മകൾ പാർവതി എന്ന പാറുവിനോട് പ്രണയം തോന്നിയ ഒരു ദരിദ്രവാസിയായിരുന്നു ഈ പാവ ആദർശ എന്ന ആദി. അന്നെൻ്റെ പ്രണയം കൂട്ടുകാരറിഞ്ഞപ്പോൾ അവരെന്നെ കളിയാക്കി. കാൽക്കാശിന് വകയില്ലാത്ത ആനന്ദന്റെ മകനാണ് ചന്ദ്രോത്ത മാധവമേനോന്റെ മകളെ പ്രണയിക്കുന്നതെന്ന് പറഞ്ഞു. അതിന്റെ പ്രധാന കാരണം ഞങ്ങൾ കുടുംബങ്ങൾ തമ്മിലുള്ള അകലം തന്നെയായിരുന്നു. സമൂഹത്തിലെ മേലേത്തട്ടിൽ നിൽക്കുന്ന അവളുടെ ഫാമിലി. അച്ഛൻ്റെ മരണശേഷം തയ്യച്ചക്രം കറക്കി എന്നെ പഠിപ്പിക്കുന്ന എൻ്റെ പാവു ലക്ഷ്മി എന്ന അമ്മയും. എൻ്റെ പ്രണയം പാറുവിനോട് തുറന്നു പറയാൻ പല ആവർത്തി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും അത് സാധിച്ചിരുന്നില്ല. അതിൻ്റെ മനസ്സിലൊരു വിങ്ങലുണ്ടാക്കി. ഞാനൊരു പരാജയമാണോ എന്ന് പോലും ഞാൻ പലപ്പോഴും ചിന്തിച്ചു. എന്നാൽ അതിനിടയിൽ മറ്റൊരു സംഭവം ഉണ്ടായി. പാറുവിനോട് പ്രണയം പറയാൻ കാവലുത്സവത്തിന് ആൽമരച്ചോട്ടിൽ കാത്തുന്നതിൻ്റെ മുമ്പിലേക്ക് പാറുവിൻ്റെ കൂട്ടുകാരി എൻ്റെ അമ്മാവിൻ്റെ മകൾ ദ്രുത എന്നോട് പ്രണയാഭ്യർത്ഥന നടത്തി. ആട്ടി പായിച്ചു ഞാൻ അവളെ, പിന്നീട് എൻ്റെ മുമ്പിൽ വരാത്ത വിധം. പക്ഷെ എല്ലാത്തിനും എനിക്ക് ചുക്കാൻ പിടിച്ച എൻ്റെ കൂട്ടുകാരാ. ഞാൻ എന്ത് തോന്നിയാസം കാണിച്ചാലും എൻ്റെ വാലയിൽ പിടിക്കാൻ അവർ രണ്ടും ഉണ്ടാവും. ഇന്നും അങ്ങനെ തന്നെയാ. നാട്ടിലെത്തി ആദ്യൻ്റെ അടുക്കിലേക്ക് ഓടി വരുന്ന അവരായിരിക്കും ശങ്കരനും രൂപേഷും. പാറുവിനോടുള്ള പ്രണയം തലക്ക് പിടിച്ചടന്ന കാലം. എൻ്റെ പ്രണയം കോളേജിലുള്ളവർക്ക് നാട്ടിലുള്ളവർക്കൊക്കെ നന്നായിട്ട് അറിയായിരുന്നു. പക്ഷെ പാറുവിന് മാത്രം അറിയാത്ത അവസ്ഥ. പഠിത്തത്തിൽ ശ്രദ്ധിക്കാതെ സപ്ലി എഴുതി മടുത്തിരുന്ന ദിനങ്ങൾ, അമ്മയുടെ ചീത്ത വിളി കേട്ട നാളുകൾ. ഞാൻ പഠിക്കാത്തതിൻ്റെ കാരണം പാറു എന്ന അമ്മ എപ്പോഴും പരാതി പറഞ്ഞുകൊണ്ടിരുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ അമ്മ പാറുവിനെ വെറുത്തിരുന്നു. അപ്പോഴും ഞാൻ എൻ്റെ പാറുവിനെ പ്രണയിച്ചുകൊണ്ടിരുന്നു. അമ്മയുടെ പ്രാക്കൊണ്ടാ ഡിഗ്രി തന്നെ എഴുതി കംപ്ലീറ്റ് ചെയ്ത്. ഡിഗ്രി സർട്ടിഫിക്കറ്റ് നാട്ടിൽ തേരാപ്പാരൊരു ജോലിക്ക് വേണ്ടി തെണ്ടി നടന്നപ്പോഴാണ് ഗൾഫിലേക്ക് ഒരു വേക്കൻസി ശരിയായത്. പിന്നീട് അമ്മ ഞാൻ ജോലിക്ക് കയറിപ്പോന്നതിന് വേണ്ടിയുള്ള കരച്ചിലായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ പ്രവാസി ജീവിതം തിരഞ്ഞെടുത്തത്. ഇപ്പം അത്യാവശ്യം സാമ്പത്തികസ്ഥിതി മെച്ചപ്പെട്ടിട്ടുണ്ട്. നല്ലൊരു വീടും വെച്ചു. ഇനിയൊരു കല്യാണം എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ വീണ്ടും അമ്മയോട് പാറുവിൻ്റെ കാര്യം പറഞ്ഞു. ഇഷ്ടമല്ലെങ്കിൽ കൂടി അമ്മ അതിന് വഴങ്ങിയായിരുന്നു. കാരണം ഞാൻ എത്രത്തോളം പാറുവിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് അമ്മയ്ക്ക് നന്നായിട്ട് അറിയായിരുന്നു. ചന്ദ്രോത്ത് മാധവമേനൊരു വീട്ടിൽ പെണ്ണിയോദിക്കാൻ അമ്മ പോകാനെടുത്ത ധൈര്യം അതെനിക്ക് ഇപ്പോഴും വിശ്വാസമായിട്ടില്ല. പക്ഷെ അമ്മ ചെന്ന് പാറുവിനെ പെണ്ണ് ചോദിച്ചപ്പോൾ തന്നെ അവർ സമ്മതം പറഞ്ഞു. അതെനിക്ക് മനസ്സിലാവാത്തത്. ആഠ്യത്വവും പാരമ്പര്യ ഗുണമുള്ള ചന്ദ്രോത്ത് മാധവമേനോന് ഇത് എന്തു പറ്റിയെന്ന്. എങ്കിലും എനിക്ക് ഇരട്ടി മുതലാട്ടോ. ദൈവം എനിക്ക് വേണ്ടി എൻ്റെ പാറുവിനെ കാത്തു വെച്ചല്ലോ. എൻ്റെ പാറുവിനെ ഞാൻ സ്നേഹിച്ച എൻ്റെ പെണ്ണെ ഞാൻ താലിയിട്ട് സ്വന്താക്കുന്ന നിമിഷത്തിനായിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. ഇതാണ് എൻ്റെ പ്രണയകഥ. ഇതെല്ലാം കേട്ടിരുന്ന ആകാശ് അവനോടായൊരു സംശയത്തിൽ ചോദിച്ചു, നിന്റെ പ്രണയകഥ ഓക്കെ, പക്ഷേ നീ പാറുവിനോട് നിന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞു? അവൾ നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു ആദി. അത് കേട്ട ആദ്യം അവരോട് തിരിച്ചു പറഞ്ഞു, നീ ചോദിച്ച 2 ചോദ്യങ്ങൾക്ക് ഇനിയുള്ള പ്രസക്തിയില്ല. കാരണം അവൾ എൻ്റെ ഭാര്യയാവാൻ പോകുന്നവളാണ്. അതിലുപരി അവൾ സമ്മതിക്കാതെ എന്നെ ഇഷ്ടപ്പെടാതെ യുവത്തിന് അവൾ സമ്മതിക്കുമോ? ഇത് കേട്ടെന്ന് അനന്ത് പറഞ്ഞു. അത് ആദ്യം പറഞ്ഞ സത്യ. അവൾ സമ്മതിക്കാൻ എന്തായാലും വിവാഹം നടക്കില്ലല്ലോ. എന്തായാലും എല്ലാവിധ ആശംസകളും. കല്യാണം കഴിച്ച് സുഖമായിട്ട് 4 മാസം അടിച്ചൊളിച്ചു പോവാ. ശേഷം അവൻ വീണ്ടും ചോദിച്ചു, എപ്പോഴാണ് നിന്റെ ഫ്ലൈറ്റ്? വൈകുന്നേരം 4 മണിക്കാ എന്ന് പറഞ്ഞ ശേഷം തൻ്റെ സഹപ്രവർത്തകരോട് യാത്രയും പറഞ്ഞ് ആദ്യ ആ സമയം റൂമിൽ തൻ്റെ ലഗേജുമായി ഇറങ്ങിയിരുന്നു. നീണ്ട 6 മണിക്കൂർ ഫ്ലൈറ്റ് യാത്രയ്ക്ക് ശേഷം അബുദാബിയിൽ നിന്ന് കൊച്ചി എയർപോർട്ടിൽ വിമാനം ഇറങ്ങുമ്പോൾ ആദിയുടെ മനസ്സൊരു പക്ഷിയെ പോലെ പറന്നുയർന്നുകൊണ്ടിരുന്നു. ട്രോളി ബാഗുമായി എക്സിറ്റിലേക്ക് നടന്നു വന്നിരുന്ന ആദിയെക്കാത്ത് ശങ്കരന് രൂപേഷ് ആദിയുടെ അടുത്തേക്ക് ഓടിയെടുത്ത് അവനെ കെട്ടിപ്പുണർന്നു. കളിച്ചിരിയോടെ തന്നെ ലഗേജുകളും എടുത്ത് കാറിലേക്ക് നടക്കുമ്പോഴും ആദ്യം മറന്നിരുന്നില്ല തൻ്റെ പ്രിയ കൂട്ടുകാരോട് തൻ്റെ പാറുവിനെ കുറിച്ച് ചോദിക്കാൻ. ഇത് കേട്ട ശങ്കർ അവനോട് ചോദിച്ചു, നിന്റെ പാറു എന്നുള്ള ഭ്രാന്തി ഇതുവരെ മാറിയില്ലല്ലേ? ഇത് കേട്ടത് രൂപേഷ് ശങ്കരനോട് പറഞ്ഞു.
പാറു എന്നുള്ള ഭ്രാന്തിന് വരുന്നത് പാറു തന്നെയാണ് അല്ലേ അളിയാ? 3 പേരും തമാശകളും ചിരിയും പറഞ്ഞുകൊണ്ടായിരുന്നു ആ കാറിൽ യാത്ര തുടർന്ന്. ഹൈവേ പണി നടക്കുന്നതുകൊണ്ട് തന്നെ റോഡ് മുഴുവൻ ബ്ലോക്കായിരുന്നു. തിങ്ങിഞ്ഞെരുങ്ങി മറ്റു വണ്ടികളോടൊപ്പം തങ്ങളുടെ കാറും കടന്നു പോകുമ്പോൾ സമയം അതിക്രമിച്ചിരുന്നു. എറണാകുളത്ത് നിന്ന് ആലപ്പുഴയിലേക്കുള്ള ആ ഓട്ടം അതീവ കഠിനമാണെന്ന് അവർക്ക് അന്നേ ദിവസം മനസ്സിലായി. തോട്ടപ്പള്ളിയും കരുവാറ്റയും ഹരിപ്പാടും കഴിഞ്ഞപ്പോൾ തന്റെ നാട്ടിലേക്കുള്ള വരവൻ ആഘോഷിക്കുകയായിരുന്നു. നീണ്ട 4 വർഷങ്ങൾ താൻ പ്രവാസിയായിരുന്നു. നല്ലൊരു കമ്പനിയിൽ ഉയർന്ന ശമ്പളത്തിൽ ജോലി കയറുന്നു. അവൻ തന്റെ നാടിനെ വിസ്മരിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ തന്നെ നാടിന്റെ ശീതളമായ ആ കാറ്റിൽ ഉയർത്തി എഴുന്നേൽക്കുകയായിരുന്നു അവർ മൂവരും. കൃഷ്ണപുരത്തപ്പന്റെ മണ്ണിലേക്ക് വന്നിറങ്ങിയപ്പോൾ അവന് വല്ലാത്തൊരാശ്വാസം തോന്നി. ആ ഇടവഴിയിൽ കൂടി തന്റെ വീട് ലക്ഷ്യമാക്കി ആ സ്വിഫ്റ്റ് കാർ ഓടിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ തന്റെ അമ്മയെ ഒന്ന് കാണാൻ അവന്റെ ഹൃദയം വല്ലാതെ ആഗ്രഹിച്ചു. വീടിന് മുമ്പിലത്തെ ഗേറ്റിൽ കാർ നിർത്തുമ്പോൾ പ്രതീക്ഷിച്ച പോലെ അമ്മ പടിവാതിൽ കൂടി ഓടിയിറങ്ങി ഗേറ്റ് തുറന്നിട്ടു. കാറിന്റെ കോ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങി തന്നെ കണ്ടപ്പോൾ അമ്മ ഓടി വന്ന് വാരിപ്പുണർന്നു. ശേഷം അവർ കണ്ണീരോടെ പറഞ്ഞു, നീ അങ്ങ് കോലം കെട്ടലോടാ, വാ എന്റെ മോന് ഇഷ്ടപ്പെട്ട മാങ്ങ വറുത്തരച്ച കറി വെച്ചിട്ടുണ്ട് അമ്മ. അത് മാത്രമല്ല കാളമൂട്ടിലെ കഞ്ഞിയും വസ്ത്രവും അമ്മ വാങ്ങി നിനക്ക് വേണ്ടി. വർഷങ്ങൾക്ക് ശേഷം തന്റെ അമ്മയെ അവൻ നോക്കിക്കാണുകയായിരുന്നു. ഇഷ്ടങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന തന്റെ അമ്മ. തയ്യൽ ചക്രം കറക്കിയിട്ടായതുകൊണ്ടാവാം അമ്മയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിരിക്കുന്നു. എന്നും വിളിക്കുമ്പോൾ ഫോണിൽ കൂടി പതിവ് പല്ലവിയാണ് നടുവേദന. എത്രയൊക്കെ പണമുണ്ടെന്ന് പറഞ്ഞാലും താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി അത് മരിക്കും കാലം വരെ ചെയ്യണമെന്നതായിരുന്നു അമ്മയുടെ ആഗ്രഹം. തയ്യൽ പണി ആയതുകൊണ്ട് തന്നെ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞാൽ അമ്മ കേൾക്കില്ല. 10 പുത്തൻ വന്നാൽ വന്നിടം മറക്കുമോ എന്നാണ് അമ്മ ചോദിക്കുന്നത്. എത്രയൊക്കെ ദേഷ്യപ്പെട്ട അമ്മ തന്നോട് സംസാരിച്ചാലും ആ സംസാരത്തിൽ തന്റെ ജീവിതത്തിനൊരു നന്മയുണ്ടെന്ന് വിശ്വസിക്കുന്നതാണ് തനിക്കേറെ ഇഷ്ടം. അതുതന്നെയല്ലേ സത്യവും. എന്നാൽ പാറു എന്ന ഇഷ്ടം അത് തൻ്റേത് മാത്രമാണ്. അതിനെ വേർതിരിച്ചെടുക്കാൻ അമ്മ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. താൻ അതിൽ മാത്രം ഉറച്ചു നിന്നു ഈ നിമിഷം വരെ. അടുത്ത ആഴ്ച തന്റെയും പാറുവിന്റെയും വിവാഹമാണ്. ഇനി അതിനുള്ള ഒരുക്കമാണ്. താൻ വരുന്നതിന് മുമ്പായി തന്നെ അമ്മയും ശങ്കരനും രൂപേഷും കൂടി വിവാഹം ക്ഷണിക്കലും മറ്റു ജോലികളെല്ലാം ഒതുക്കിയിരുന്നു. ഇനി മംഗല്യ തുണികൾ എടുക്കണം, അത്രമാത്രം. അധികം ബന്ധുക്കളൊന്നും ഇല്ലാത്തതുകൊണ്ട് അമ്മയുടെ ഒരേ ഒരു സഹോദരനും കുടുംബവും മാത്രമാണ് പണ്ട് മുതലേ സഹായിക്കുന്നത്. താൻ വന്നറിഞ്ഞ അയൽക്കാർ തന്നെ കാണാൻ ഓടി വന്നു. പിന്നെ അത് മാത്രമല്ലല്ലോ, ഒരു ഗൾഫുകാരൻ വന്നതല്ലേ. എല്ലാവരെയും കണ്ട് സംസാരിച്ചു. ഒരു പാക്കറ്റ് മിഠായി പൊട്ടിച്ച് എല്ലാവർക്കും കൊടുത്ത ശേഷമാണ് താൻ വീട്ടിലകത്തേക്ക് കയറി തന്നെ. തന്റെ സ്വന്തം കഷ്ടപ്പാട് തീർത്ത വീടാണ്. വീടിന്റെ പ്രവേശനത്തിന് വേണ്ടിയാണ് ആദ്യമായി ലീവിന് അപ്ലൈ ചെയ്തത്. അത് കിട്ടിയില്ല. ഇപ്പോൾ വിവാഹത്തിന് വേണ്ടി. അവന്റെ മനസ്സൊന്ന് കുളിരണിഞ്ഞു. എത്രയും വേഗം പാറുവിനെ ഒന്ന് കാണണം. കുളിച്ച് ഫ്രഷായി ഭക്ഷണം കഴിക്കാൻ വന്നപ്പോൾ കണ്ടു തന്നെ കാത്തിരിക്കുന്ന തന്റെ ശങ്കരനെയും രൂപേഷിനെയും. അവരോടൊപ്പം ഭക്ഷണം കഴിക്കാൻ എത്തിയപ്പോൾ മുന്നിൽ തന്റെ അമ്മ തനിക്കായി ഒരുക്കിയ വിഭവങ്ങൾ: വറുത്തരിച്ച മാങ്ങാക്കറിയും ചീനി വേവിച്ച കൈതച്ചക്ക പുളിശ്ശേരിയും, അതിനോട് ചേർന്ന് കാളമൂട്ടിലെ തേങ്ങാപ്പാലൊഴിച്ച ചൂടുകഞ്ഞിയും അസ്ത്രവും കടുമാങ്ങയും പപ്പടവും. അറിയാതെ ആ നിമിഷം അവൻ ചിന്തിച്ചുപോയി, ഒരു പ്രവാസിക്ക് ഏറ്റവും കൂടുതൽ അന്യമാവുന്ന നാടിന്റെ ആചാരവും ഓർമ്മകളും നല്ല നിമിഷങ്ങളുമാണ്. തനിക്കും അങ്ങനെ തന്നെയാണ്. തന്റെ നാടിന്റെ ഉത്സവമായ ചെട്ടിക്കുളങ്ങര കുംഭഭരണിയും ഓച്ചിറ 28ാം ഓണാഘോഷവും 4 വർഷമായി തീരാ നഷ്ടം തന്നെയാണ്. വളരെ ഭക്തിയോടെ തന്നെ ആ കാളമൂട്ടിലെ കഞ്ഞി കുടിക്കുമ്പോൾ അവൻ ആ നന്ദി കേഷിച്ച രൂപത്തെ അറിയാതെ ചിന്തിച്ചു പോയി. ആ സമയം രൂപേഷും ശങ്കരനും ചീനി വേവിച്ചതും മീൻകറിയുമാണ് ഇഷ്ടത്തോടെ കഴിച്ചത്. അവർക്കറിയാമായിരുന്നു അവൻ ഓച്ചിറ വലിയച്ഛനോടുള്ള ഭക്തി ആയതുകൊണ്ട് തന്നെ ആ ഉച്ചയ്ക്ക് അവൻ കഞ്ഞി തിരഞ്ഞെടുക്കുമെന്ന് അവർക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. പഴയ കാര്യങ്ങൾ പങ്കുവെച്ചുകൊണ്ടുള്ള അവരുടെ ആസ്വദിച്ചുള്ള ഭക്ഷണത്തിന് ശേഷം അവർ പാറുവിനെ കാണാൻ ഒരുങ്ങിയിരുന്നു. വേഗം തന്നെ ഒരുങ്ങിയിറങ്ങി. ഒരു നീല ഷർട്ടും അതിൽ ചേർന്ന് നീലക്കരൻ മുണ്ടെടുത്ത് പാറുവിനായി കൊണ്ടുവന്ന സമ്മാനങ്ങളും എടുത്തു കൊടുത്തു. അമ്മയെയും കൂട്ടുകാരെയും കൂട്ടി ചന്ദ്രോത്തി ലക്ഷ്യമാക്കി നടന്നു. കണ്ണെത്താത്ത ദൂരം പരന്നു കിടക്കുന്ന ആ വീടിന് മുമ്പിൽ ചെന്നപ്പോൾ കണ്ടു ആ വീടിന്റെ ഉമ്മറക്കോലായിലെ ജൗക്കാളൻ കസേരയിൽ നടന്ന മാധവമേനോനെ. തങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം തല ഉയർത്തി. തിരിച്ചറിഞ്ഞതോടെ എഴുന്നേറ്റ് ഞങ്ങൾ അകത്തേക്ക് ക്ഷണിച്ചു. ചന്ദ്രോത്ത് സോഫയിൽ ഇരുന്നപ്പോൾ കുറച്ച് അസ്വസ്ഥത തോന്നി. കാരണം നാം കാണാൻ വന്ന ആളെ കാണാനുള്ള നിമിഷം അടുത്തു വരുന്നുണ്ടായിരുന്നു. അകത്തുപോയ ആ മനുഷ്യൻ പാറുവിനെ കൂട്ടിക്കൊണ്ട് പുറത്തു വന്നു. വർഷങ്ങൾക്ക് ശേഷം അവളുടെ മുഖം വീണ്ടും കാണാനിരിക്കുകയാണെന്ന് മനസ്സിലായപ്പോൾ ഹൃദയമിടിപ്പ് കൂടുന്ന പോലെ തോന്നി. അവൾ മന്ദമന്ദമായി അടുത്തു വരുമ്പോൾ അവന്റെ കണ്ണുകളും അവളിലേക്കായി. അവിടെ ആ വെളുത്ത മുഖവും കണ്ണുകൾ തിളങ്ങിയതും കാറ്റിലൽപ്പം പാറുന്ന നീണ്ട മുടിയെല്ലാം വ്യക്തമായി കാണാനായി. അവൾ കയ്യിൽ ചായക്കപ്പ് പിടിച്ചാണ് എത്തിയത്. അരികിലായി അവളുടെ അമ്മ പവിത്രയും ഉണ്ടായിരുന്നു. അവൾ നീല നിറത്തിലുള്ള ചുരിദാറായിരുന്നു ധരിച്ചത്. അവനും അതേ കളർ ധരിച്ചിരുന്നത് അത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അവന് ചെറിയ അത്ഭുതം തോന്നി. എന്നാൽ ലക്ഷ്മി അമ്മേ, അപ്പുറത്തേക്ക് ഇരിക്കാം. കുട്ടികൾക്ക് വല്ലതും സംസാരിക്കാനുണ്ടെങ്കിൽ അവർ സംസാരിക്കട്ടെ. അത്രയും പറഞ്ഞ് അവർ പാറുവിനെ ആദ്യം റൂമിലേക്ക് പറഞ്ഞു വിട്ടു. എന്നാൽ എന്തെങ്കിലും സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ ആ മുറിയിലേക്ക് പാറുവിന്റെ മുത്തശ്ശി ഗോമതിയമ്മ വന്നു കയറി. പിന്നീട് പരസ്പരം സംസാരിക്കാനുള്ള അവസരം കൂടി അവർക്ക് നഷ്ടപ്പെടുകയായിരുന്നു. കണ്ണുകൾ തമ്മിൽ കഥ പറഞ്ഞപ്പോഴും അവളുടെ ചുണ്ടിലെ ചിരി അവൻ ശ്രദ്ധിച്ചു. താൻ അവൾക്കായി കൊണ്ടുവന്ന ഗിഫ്റ്റ് അവളുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ടൊന്ന് ചിരിച്ചു.
തന്നോട് എന്തോ പറയാമെന്ന് അവളെ തടയും വിധമായിരുന്നു ഗോമതി അമ്മയുടെ ആ വരവെന്ന് തനിക്കറിയാതെ തോന്നിപ്പോയി. ഇനി കല്യാണം കഴിഞ്ഞിട്ട് മതി കേട്ടോ രണ്ടുപേരുടെയും സംസാരം എന്ന് പറഞ്ഞുകൊണ്ട് പാറുവിനെ തന്റെ അരികിൽ നിന്ന് റൂമിന് പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയിരുന്നവർ. എങ്കിലും അവളെന്ന് കാണാൻ കഴിഞ്ഞതിലും വിവാഹത്തിന് അവൾ ഒരുങ്ങിയായി നിന്നറിയലും ഒരുപാട് സന്തോഷം തോന്നി. പിന്നീട് വളരെ വേഗം തന്നെയായിരുന്നു ദിവസങ്ങൾ കടന്നുപോയത്. അവർ 4 പേരും ചേർന്നാണ് മംഗല്യപ്പട്ടെടുക്കാൻ SMCസിലേക്ക് പോയത്. പാറുവിന്റെ ഇഷ്ടനിറമായ മെറൂൺ കളറിൽ പട്ടുസാരി എടുത്തപ്പോൾ അവന്റെ ഹൃദയം വല്ലാതെ തുടിച്ചുപോയി. അവൾക്ക് വേണ്ട ഡ്രസ്സുകളെല്ലാം എടുത്ത് തന്റെ അടുത്ത ബന്ധുവായ അമ്മാവിനും അമ്മായിക്കും മക്കൾക്കും വേണ്ടി തുണികൾ കരുതിയിരുന്നവർ. ശേഷം രൂപേഷിന്റെയും ശങ്കറിന്റെയും കുടുംബത്തിന് തുണിത്തരങ്ങൾ എടുക്കാൻ അവർ മറന്നിരുന്നില്ല. അങ്ങനെ വിവാഹ തലേ ദിവസം വന്നെത്തി. പിടിപ്പത് ജോലികൾ തന്നെയായിരുന്നു ആദിക്കും കൂട്ടുകാർക്കും. കല്യാണ പന്തലുകളുടെ ആഡംബര ജോലികളും പിന്നീടുള്ള ലേറ്റ് സെറ്റിംഗ്സും എല്ലാം അവർ തന്നെയാണ് ചെയ്ത്. പാട്ടും ആഘോഷങ്ങളും സന്തോഷങ്ങളുമായി കല്യാണം കൊഴുത്തുകൊണ്ടേയിരുന്നു. സ്ത്രീകളുടെയും കുട്ടികളുടെയും കളിയും ചിരിയും നൃത്തങ്ങളുമെല്ലാം സന്തോഷത്തിന്റെ തിരയിളക്കത്തിൽ എത്തിച്ചു. കല്യാണ പന്തലിൽ ക്ഷണിച്ച എല്ലാവർക്കും ആദ്യം കൂട്ടരും ഭക്ഷണം വിളമ്പുകയായിരുന്നു. പെട്ടെന്നായിരുന്നു അവന്റെ മറ്റൊരു കൂട്ടുകാർ രൂപേഷിന്റെ ചെവിലായി ചോദിച്ച്, ആഘോഷത്തിന് സാധനം നിർത്തില്ലടാ. അത് കേട്ടുകൊണ്ട് വന്ന ശങ്കരൻ പറഞ്ഞു, അത് പിന്നെ ഇല്ലാണ്ടിരിക്കൂടാ, എല്ലാം നമ്മൾ പടിഞ്ഞാറ് ഷെഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ടീംസ് അങ്ങോട്ട് പോയിട്ടുണ്ട്, കുറച്ച് ബാക്കി വെച്ചേക്കണേ. ഇതൊക്കെ പരിപാടി കഴിഞ്ഞ് ഞങ്ങൾക്കും വേണം 10 തുള്ളി. നടന്നു തന്നെ കിട്ടിയാ കിട്ടി, അങ്ങോട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് ആ കൂട്ടുകാരൻ ഷെഡ് ലക്ഷ്യമാക്കി നടന്നു. വളരെ പെട്ടെന്ന് തന്നെ ആ സന്തോഷത്തെ തകർത്തുണ്ടായിരുന്നു ചന്ദ്രോത്ത കാര്യസ്ഥൻ രാംദാസ് അവിടേക്ക് ഓടിക്കയറി വന്നു. പ്രതീക്ഷിക്കാതെ തന്നെ വിയർത്തു കുളിച്ച് ക്ഷമകെട്ട രീതി രാംദാസിനോട് കണ്ടതും പലരിലും സംശയം രൂപപ്പെട്ടിരുന്നു. വിയർത്തു നിൽക്കുന്നവനെ കണ്ട ലക്ഷ്മിയമ്മ വന്നിരുന്നുകൊണ്ട് അയാളോട് ചോദിച്ചു, എന്തുപറ്റി? എന്തോ പ്രശ്നമുള്ള പോലെ. അവിടെ കല്യാണം ഒരുക്കങ്ങളൊക്കെ എന്തായി? ഇതെല്ലാം കേട്ടിട്ട് അനങ്ങാൻ നിൽക്കുന്ന അയാളിൽ ലക്ഷ്മിയമ്മക്ക് വീണ്ടും സംശയമായി. അവർ വീണ്ടും രാംദാസിനോട് ചോദിച്ചു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതെ. ഒറ്റവാക്കിൽ അയാൾ പതുങ്ങിയ ശബ്ദത്തിൽ അവരോട് ഉത്തരം പറഞ്ഞു. എന്ത് പ്രശ്നം? വിശ്വസിക്കാൻ വയ്യ ലക്ഷ്മിയമ്മ വീണ്ടും ചോദിച്ചു. ചന്ദ്രോത്ത മാധവമേനോന്റെ ഒരേ ഒരു മകൾ പാർവതി നിങ്ങളെയും അവരെയൊക്കെ ചതിച്ചു. അത്രയും ആ സഭയിൽ അയാൾ വിളിച്ചു പറഞ്ഞതും ആഘോഷമുഖരിതമായ മുഹൂർത്തത്തിൽ നിശബ്ദത എന്താണെന്ന് എല്ലാവരും അറിഞ്ഞു. ഇത് കേട്ടുന്ന ആദ്യം മുമ്പോട്ട് നടന്നു വന്നുകൊണ്ട് അയാളോട് ചോദിച്ചു, പാർവതി എങ്ങനെ ചതിച്ചു എന്നാ നിങ്ങളീ പറയുന്നത്? പാർവതി 4 മാസം ഗർഭിണിയാ. അവളുടെ വിവാഹം അവൾക്ക് ഇഷ്ടമുള്ള ഒരു പയ്യന്റെ കൂടെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞതാ. ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ടാ ചന്ദ്രോത്തുകാർ നിങ്ങളുമായിട്ട് ബന്ധെടുക്കാൻ തയ്യാറായത്. എന്നാൽ കല്യാണ ഒരുക്കത്തിന്റെ സഭയിൽ പാർവതി കുഴഞ്ഞു വീണു. ഹോസ്പിറ്റലിൽ ചെന്ന് പരിശോധനയില്ല, ഗർഭിണിയാണെന്ന് തെളിഞ്ഞ്. നാട്ടുകാരൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ പാർവതി അവളുടെ ഗർഭത്തിന് ഉത്തരവാദിയെ ഏൽപ്പിക്കാൻ ചന്ദ്രോത്തുകാർ തീരുമാനിച്ചു. അതുകൊണ്ട് വിവാഹം നടക്കില്ല എന്ന് ഇവിടെ അറിയിക്കാൻ മാധവൻ സാറ് തന്നെയാ എന്നോട് പറഞ്ഞ്. ഇത്രയും പറഞ്ഞോട് തിരിഞ്ഞടക്കാൻ ഒരുങ്ങിയ രാംദാസ് വീണ്ടും തിരിഞ്ഞു വന്ന ആദിയുടെ തോളിലായി കൈവച്ചുകൊണ്ട് പറഞ്ഞു, ഓ ചിറ വല്യച്ഛൻ്റെ അനുഗ്രഹം എന്നും നിന്റെ കൂടെയുണ്ട്. ഒരുപക്ഷെ കല്യാണം കഴിച്ചാണ് പാർവതി ഗർഭിണി എന്നറിഞ്ഞ ആ ഗർഭം നിന്റെ തലയിലിരുന്നേനെ. വിവാഹത്തിന് മുമ്പേ ഇത് അറിഞ്ഞുകൊണ്ട് നീ രക്ഷപ്പെട്ടു. ഇതെല്ലാം കേൾക്കുമ്പോഴും ആദിയുടെ ഹൃദയം ഇടിച്ചു പൊട്ടുകയായിരുന്നു. ഭൂമി 2ആയി പിളർന്ന് അതിലേക്കൊന്ന് വീണിരുന്നെങ്കിലെന്ന് അവൻ അറിയാതെ ചിന്തിച്ചു പോയി. തന്റെ പ്രണയം അതാണ് ഇവിടെ കണ്ണാടിച്ചില് പോലെ പൊട്ടിത്തകർന്ന് വീണത്. നിൽക്കുന്നവരെ നോക്കാൻ അവന് വല്ലാത്ത ജാള്യത തോന്നി. ഒരിക്കൽ താൻ പാർവതിയെ പ്രണയിച്ചപ്പോൾ കൂട്ടുകാർ പറഞ്ഞു അർഹിക്കാത്ത ആഗ്രഹിച്ചു എന്ന്. ഇപ്പോൾ സ്വന്തമാക്കാൻ തുനിഞ്ഞപ്പോൾ അവൾ മറ്റൊരാൾക്ക് സ്വന്തമായി എന്നറിയുന്നു. കണ്ണുകൾ നിറഞ്ഞു വന്നിരുന്നുവെങ്കിലും കരയാൻ അവൻ തയ്യാറായിരുന്നില്ല. പെട്ടെന്നാണ് രൂപേഷും ശങ്കരൻ അവന്റെ അടുത്തേക്ക് നടന്നു വന്നത്. തുളുമ്പി നിൽക്കുന്ന സങ്കടം അവനെ ഇല്ലാതാക്കുന്ന പോലെ തോന്നി. കണ്ണുകൾ ഉയർത്തി ആദ്യമായി നോക്കിയ തന്റെ അമ്മയായിരുന്നു. സാരി തുമ്പിൽ വാപ്പുത്തി പിടിച്ച് കരയുകയായിരുന്നു ആ പാവം. ശങ്കരൻ രൂപേഷിനെ നോക്കിയെന്ന് മുഖത്ത് പുഞ്ചിരി വരുത്തിക്കൊണ്ട് അവൻ വേഗം തന്നെ തന്റെ വീടിന് പിന്നാമ്പുറത്തെ ഷെഡിലേക്ക് നടന്നു. ഷെഡിന്റെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. അവൻ കണ്ടു തന്റെ കൂട്ടുകാരെ സൽക്കരിക്കാൻ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന മദ്യക്കുപ്പികൾ. അതിൽ പകുതി ഒഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആ മദ്യം കൂട്ടുകാർക്കെല്ലാം ആവശ്യം തനിക്കാണ്. തന്റെ നെഞ്ചിലെ വേദന അകറ്റാൻ വേണ്ടി ആവശ്യമായ മരുന്ന് ഇത് തന്നെയാണെന്ന് അവൻ ഉറപ്പിച്ചു. പാറു തന്റെ മനസ്സിന്റെ നിശബ്ദമായ പ്രണയം, കാലം ഇത്രയും മനസ്സിൽ കൊണ്ടു നടന്ന് ഒടുങ്ങാത്ത ആഗ്രഹം, എത്ര പെട്ടെന്നാണ് അവൾ തന്നെ ചതിച്ചത്. താൻ വന്നതിന് ശേഷം അവളെ കാണാൻ അവിടെ വീട്ടിൽ പോയതാണ്. പക്ഷെ ഒരു വാക്കുകൊണ്ടെന്ന് അവൾ പറഞ്ഞിരുന്നെങ്കിൽ താനിങ്ങനെ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും കൂട്ടുകാരുടെയും മുമ്പിൽ കോമാളി ആകുമായിരുന്നു. ഹൃദയത്തിൽ 1000 മുള്ള ഒരേ സമയം കുത്തിയിറക്കിയ വേദന അനുഭവിച്ചുകൊണ്ടിരുന്നവൻ മുന്നിലിരിക്കുന്ന മദ്യക്കുപ്പിയിൽ നിന്നൊരെണ്ണം കയ്യിലേക്ക് എടുത്ത് മൂടി തുറന്നുകൊണ്ട് വായിലേക്ക് അമിഴ്ത്തി. പാറു, എന്റെ പാറു. ബോധം പറയുന്നതിന് മുമ്പ് തന്നെ അവൻ അവിടുന്ന് എഴുന്നേറ്റു. ആ സമയം കൊണ്ട് തന്നെ കല്യാണ വീട്ടിലെ ആളുകൾ ഒഴിഞ്ഞു തുടങ്ങിയിരുന്നു. ആ സമയം അവൻ നടന്ന് തന്റെ റൂമിലേക്ക് കയറി ബെഡിലിരുന്ന് മുഖം പൊത്തി കരഞ്ഞു. ഈ സമയമായിരുന്നു ലക്ഷ്മിയമ്മ രൂപേഷിനെയും ശങ്കരനെയും കൂട്ടി മുറിയിലേക്ക് വന്നു. മദ്യപിച്ചിലേക്കിട്ട് ബോധരഹിതനായിരിക്കും തന്റെ മകനെ കണ്ട ലക്ഷ്മിയമ്മ രൂപേഷിനോട് പറഞ്ഞു, ഫോൺ എടുത്ത് അതിൽ പിടിച്ചോടാ പിള്ളേരെ, ഞങ്ങൾ സംസാരിക്കുന്നു, നാളെ അത് ആവശ്യം വരും. അമ്മ പറയുന്ന മനസ്സിലായില്ലെങ്കിലും ആ അമ്മ പറയുന്ന രൂപേഷ് അതുപോലെ തന്നെ അനുസരിച്ച് തന്റെ ഫോൺ എടുത്ത് വീഡിയോ ഓൺ ചെയ്ത് അവർ പറയുന്നത് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി. മോനെ ആദി, ഇനി ഇങ്ങനെ വിഷമിച്ചിട്ട് എന്താ കാര്യം? ആ കാര്യത്തിൽ രാംദാസ് പറഞ്ഞത് സത്യം തന്നെയല്ലേ?
വിവാഹത്തിന് മുമ്പ് അത് അറിഞ്ഞ കാര്യമായി. ഇല്ലെങ്കിൽ ആ പെണ്ണിന്റെ ഗർഭം നിന്റെ തലയിലിരുന്നേനെ. വലിയ തറവാട്ടുകാരാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല, അന്തസ്സില്ല, അത്ര തന്നെ. ലക്ഷ്മി അമ്മ പറയുന്ന കേട്ട് നാക്കുഴഞ്ഞുകൊണ്ട് ആദ്യം പറഞ്ഞു. അവള് പോട്ടോ, കണ്ടവന്റെ കൊച്ചിനെ വയറ്റിലിട്ടവളല്ലേ. എനിക്കിനിയൊരു കല്യാണം വേണ്ട. എൻ്റെ പ്രണയം പരാജയപ്പെട്ടു പോയി. ഞാൻ ഏതെങ്കിലും കടപ്പുറത്ത് പോയി മാനസമേനെ പാടി ജീവിച്ചോളാം. ഇത് കേട്ട് ലക്ഷ്മി അമ്മ പെട്ടെന്ന് അവനോട് പറഞ്ഞു. ചി നിർത്തടാ, നിന്നോട് ഞാൻ അന്നേ പറഞ്ഞ അവളായിട്ടുള്ള ഒരു ബന്ധവും നമുക്ക് വേണ്ടാന്ന്. നീ അതനുസരിച്ചില്ല, അതിന് പറ നീ ഇപ്പൊ അനുഭവിക്കുന്നത്. അങ്ങനെ കണ്ടവൾക്ക് വേണ്ടി നിന്റെ ജീവിതം പണയം വെക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇപ്പൊ 26-ാമത്തെ വയസ്സിൽ നിന്റെ വിവാഹം കഴിഞ്ഞില്ലെങ്കിൽ ഇനി നിനക്ക് 40 വയസ്സിലെ കല്യാണമുള്ളൂ. അത് കേട്ട് ആദ്യം കുഴഞ്ഞുകൊണ്ട് പറഞ്ഞു. എനിക്ക് സങ്കടം സഹിക്കാൻ വയ്യ അമ്മേ. ഞാൻ 40-ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചോളാം. ഇത് കേട്ട് കലിയേറിയ ലക്ഷ്മി അമ്മ അവനോടായി പറഞ്ഞു. 40-ാം വയസ്സിൽ നിനക്ക് പെണ്ണിന് നിന്റെ അച്ഛൻ കൊണ്ട് വെച്ചേക്കുന്നതാ നിന്നെ കെട്ടിക്കാൻ. ഇനി നിന്റെ ഇഷ്ടത്തിന് തുള്ള എന്നെ കിട്ടില്ല. ഞാൻ തീരുമാനിക്കുന്ന പെണ്ണിനെ നീ വിവാഹം കഴിക്കും. നാളെ നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ നിന്റെ വിവാഹം നടക്കും. ഞാൻ കണ്ടുപിടിച്ച പെൺകുട്ടിയായിട്ട്. സമ്മതമാണോ നിനക്ക്? തന്റെ അമ്മയുടെ ഉറപ്പുള്ള വാക്കുകൾ കേട്ടതും അവനിൽ പിന്നീട് മറുപടിയൊന്നും ഉണ്ടായില്ല. അമ്മ എന്താണെന്ന് വെച്ചാൽ ചെയ്യും. അത്രയും പറഞ്ഞുകൊണ്ട് ബെഡിലേക്ക് ബോധമറ്റു വീണു. രാവിലെ കണ്ണു തുറന്ന ആദി വീട്ടിലെ കലവിലെ ശബ്ദം കേട്ടാണ് ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റത്. എഴുന്നേറ്റിരുന്നതും തലക്ക് വല്ലാതെ വേദന അനുഭവപ്പെടുന്നവൻ അറിഞ്ഞു. പെട്ടെന്നാണ് തലേ ദിവസത്തെ കാര്യങ്ങൾ അവന്റെ മനസ്സിലേക്ക് ഓടി വന്നത്. അപ്പോഴും അവന്റെ ചുണ്ടിലൊരു വേദന എന്നോണം പാറു എന്ന വാക്ക് മുഴങ്ങി. എന്നാൽ പുറത്തെ ശബ്ദം എന്താണെന്ന് അറിയാൻ അവൻ വേഗം ആ റൂമിന്റെ ഡോറിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ടു വിവാഹ ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുന്നു. പെട്ടെന്നാണ് അവൻ ക്ലോക്കിലേക്ക് സമയം നോക്കിയത്. 9 മണി. 11:30 മുഹൂർത്തം. നടക്കാത്ത കല്യാണത്തിന് എന്തിനിത്ര ഒരുക്കുന്നവൻ ചിന്തിക്കാതിരുന്നില്ല. എന്നാൽ അവന്റെ ചിന്തയെ മുറിച്ചുകൊണ്ടായിരുന്നു ശങ്കരന് രൂപേഷ് അവന്റെ അടുക്കിലേക്ക് നടന്നു വന്ന്. നീ എന്നാലും നോക്കിക്കുന്നു, പെട്ടെന്ന് സമയം പോയിക്കൊണ്ടിരിക്കുക. ദേ ഫോട്ടോസ് എടുക്കാൻ ആളുവന്നുണ്ട്, പെട്ടെന്ന് കുളിച്ചൊരുങ്ങി ഡ്രസ് ഇട്ട് വാ. ശങ്കരൻ പറഞ്ഞതും പെട്ടെന്ന് ആദ്യം ശങ്കരന്റെ കയ്യിൽ പിടിച്ചു. എന്നിട്ട് അവനോട് ചോദിച്ചു, എന്താണ് ഇവിടെ നടക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതിന് മറുപടി എന്നോണം രൂപേഷ് അവനോട് പറഞ്ഞു. ഇന്ന് നിന്റെ വിവാഹമാണ്. നീ ആഗ്രഹിച്ച വിവാഹമല്ല, നിന്റെ അമ്മ ആഗ്രഹിച്ച വിവാഹം. ഇനി ആ അമ്മയെ നീ വിഷമിപ്പിക്കരുത്, ഇത് ഞങ്ങളുടെ അപേക്ഷയാണ്. അത് കേട്ടതും ആദ്യ വേഗം തന്നെ അവരോട് പറഞ്ഞു. ഇല്ല, നടക്കില്ല, ഈ വിവാഹം നടക്കില്ല. പാറുവിനെല്ലാം മറ്റൊരാളെ ഭാര്യയിട്ട് കാണാൻ എനിക്ക് ഈ ജന്മം കഴിയില്ല. രൂപേഷ് വേഗം ആദിയെയും ശങ്കരനെയും വിളിച്ച് ആദിയെ റൂമിലേക്ക് കയറ്റി ഡോറടച്ചു. ശേഷം ആദിയോട് ചോദിച്ചു, എന്നിട്ടിപ്പോ നിന്റെ പാറു എവിടെയാടാ? നീ പറഞ്ഞ പാറുവിനെ എന്തരത്തിലാ നീ സ്നേഹിച്ച്? അവളെ സ്നേഹിച്ചെന്നല്ലാതെ ഒരിക്കലും അവളോട് നിന്റെ പ്രണയം നീ തുറന്നു പറഞ്ഞിട്ടുണ്ടോ? അവള് നിന്നോട് പ്രണയം പറഞ്ഞിട്ടുണ്ടോ? അവൾക്ക് ഈ കല്യാണത്തിന് സമ്മതമാണ് നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? ഇതൊന്നും അറിയാതെ എല്ലാം കൽപ്പിച്ചു കൂട്ടിയ നീയാണ്, നീ മാത്രം. അവളൊരു പെൺകുട്ടിയാ, അവൾക്കുണ്ട് ഇഷ്ടങ്ങൾ, അവൾക്കൊരു പ്രണയമുണ്ട്. ഒരിക്കലും തുറന്നു പറയാത്ത പ്രണയത്തിന് വേണ്ടി അവൾ അവളുടെ ജീവിതം ത്യജിക്കുന്ന എന്തിനാണ്? അവൾ മറ്റൊരാളെ പ്രണയിച്ചിരിക്കാം. ആ പ്രണയത്തിന്റെ അവശേഷിപ്പുകളായിരിക്കാം അവളുടെ വയറ്റിൽ വളർന്ന്. അത് മറച്ചു വെച്ച് നിന്റെ ജീവിതം തർക്കാൻ നോക്കിയത് അവളല്ല, അവളുടെ വീട്ടുകാരാ. അവള് ചതിച്ചു എന്ന് ഞങ്ങൾ ഒരിക്കലും പറയില്ല. പക്ഷേ അവളെ ഓർത്ത് നിന്റെ ജീവിതം കളയാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ആ പാവ സ്ത്രീ നിന്റെ അമ്മ നിന്റെ വാക്കേട്ടാ ചന്ദ്രത്തിൽ നിന്ന് പെണ്ണുവരെ ചോദിച്ച്. അതുമാത്രമല്ല, ഇന്ന് നടക്കാൻ പോകുന്ന യുവാത്തിന് സമ്മതം കൊടുത്ത് നീ തന്നെയാണ്, അത് നിന്റെ അമ്മയ്ക്ക് എന്ന് പറഞ്ഞുകൊണ്ട് രൂപേഷ് താൻ ഇന്നലെ ഷൂട്ട് ചെയ്ത ഫോണിൽ വീഡിയോ അവനെ കാണിച്ചു. ആ വീഡിയോ കൂടി കണ്ടു കഴിഞ്ഞതും അവൻ ആ ബെഡിലേക്ക് തളർന്നിരുന്നു. ശേഷം അവൻ പറഞ്ഞു, ഇനി എനിക്കെന്ത് ജീവിതാടാ, എന്ത് ഇഷ്ടങ്ങളാ? നിങ്ങൾ പറഞ്ഞ ശരിയാ, ഇനി എൻ്റെ അമ്മ വിഷമിക്കാൻ പാടില്ല. അമ്മയുടെ ഇഷ്ടം അതാണെങ്കിൽ അത് തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണുകൾ തുടച്ച് അവൻ കുളിക്കാൻ ബാത്റൂമിലേക്ക് കയറി. പിന്നെയുള്ള വിവാഹ ഒരുക്കങ്ങൾ വളരെ പെട്ടെന്നായിരുന്നു. കല്യാണ വേഷത്തിൽ ഒരുങ്ങുന്ന ആദി വളരെ സുന്ദരനായിരുന്നു. തന്റെ കൂട്ടുകാർക്കും വീട്ടുകാർക്കും തന്റെ അമ്മയ്ക്കും മൊത്തമുള്ള പലതരത്തിലുള്ള ഫോട്ടോസ് അവർ എടുത്തു കൊടുത്തിരുന്നു. എങ്കിലും ആദിയുടെ മനസ്സ് നിറച്ച അപ്പോഴും പാറുവായിരുന്നു. ദുഃഖം തളം കെട്ടിയുന്ന ഹൃദയം. മുഖത്തെ ചിരി വളർത്താൻ ശ്രമിച്ചുവെങ്കിലും ഉള്ള അലമുറയിട്ട് കരയുകയായിരുന്നു എന്ന് ലക്ഷ്മി അമ്മക്ക് അവന്റെ കൂട്ടുകാർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അമ്പലനടയിലെ കല്യാണ മണ്ഡപത്തിൽ നിലവിളക്കിന് സാക്ഷിയായിരിക്കുമ്പോഴും അവന്റെ നെഞ്ചിൽ പാറുവിന്റെ മുഖം ഉരുകിക്കൊണ്ടേയിരുന്നു, ഒരു മെഴുകുതിരി പോലെ. ചിന്തയിലായിരുന്നവൻ നാദസ്വരത്തിന്റെ ശബ്ദത്തിലാണ് ബോധത്തിലേക്ക് വന്ന്. അപ്പോഴാണ് നിറസദസ് തനിക്ക് ചുറ്റും നിൽക്കുന്നവരെയും കണ്ടത്. അപ്പോഴും അവൻ അറിഞ്ഞിരുന്നില്ല അവന്റെ വധു അവന്റെ ഇടതുഭാഗത്തിരിക്കുന്നു. താലി പൂജിച്ച ശേഷം തിരുമേനി അവന്റെ കൈകളിലേക്ക് ആ താലി ചരട് വെച്ച് നീട്ടുമ്പോഴും അവനൊരു നിമിഷം തന്റെ അമ്മയുടെ മുഖത്തേക്ക് നോട്ടമെറിഞ്ഞു. തന്റെ അമ്മയുടെ ചിരിച്ച മുഖം കണ്ടപ്പോൾ അവന്റെ മനസ്സിൽ അല്പം തെളിനീര് വീണ പോലെയായി. അവൻ ആ താലി ചരട് വാങ്ങി തന്റെ അടുത്തിരിക്കുന്ന പെൺകുട്ടിയുടെ കഴുത്തിലേക്ക് കെട്ടിയപ്പോഴും അവൾ ആരാണെന്ന് അവൻ അറിഞ്ഞിരുന്നില്ല, അറിയാൻ മുതിർന്നിരുന്നില്ല. അവളിൽ സ്വർണ്ണ ചെയിൻ അണിയുമ്പോഴും സിന്ദൂരം ചാർത്തുമ്പോഴും അവന്റെ കണ്ണുകൾ അവളെ തേടിയിരുന്നില്ല. വിവാഹശേഷം രജിസ്ട്രേഷൻ ബുക്കിൽ വരന്റെ സ്ഥാനത്ത് ആദ്യം സൈൻ ചെയ്യുമ്പോൾ വധുവിന്റെ സ്ഥാനത്തെ പേരവനൊന്ന് പാളി നോക്കി. നയൻ ദ്രുത, പാറുവിന്റെ പ്രിയ കൂട്ടുകാരി ദ്രുത, തന്നെ മുറപ്പെണ്ണ്. അന്ന് അവസാനമായി താൻ അവളെ കണ്ടത് അവൾ തന്നെ പ്രപ്പോസ് ചെയ്യുമ്പോഴാണ്. പിന്നീട് അവൾ എവിടെയായിരുന്നു? ഒരിക്കൽ പോലും താൻ തിരക്കിയിരുന്നില്ല, തനിക്കതിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല.
എപ്പോഴും അമ്മ പറയുന്ന കേട്ടു അവളെ പഠിത്തത്തിൽ മോശമായതുകൊണ്ട് ഏതോ ബന്ധുവീട്ടിലേക്ക് മാറ്റിയെന്ന്. എന്നാൽ ഇപ്പോഴും ദ്രുത തന്നെ അരികിൽ തന്നെ താലി അണിഞ്ഞ് തന്റെ ഭാര്യയായി മാറിയിരിക്കുന്നു. ഇത് തനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒന്നല്ല. അമ്മയുടെ വിഷമസ്ഥിതി കണ്ട് മാത്രമാണ് താൻ ഈ വിവാഹത്തിന് തയ്യാറായത്. എപ്പോൾ വേണമെങ്കിലും തെറിച്ചു പോകാവുന്ന ഒരു ബന്ധമാണ് താനും തനിക്കരികിൽ ഇരിക്കുന്നവളും തമ്മിൽ എന്നവൻ ആ സമയം തന്നെ ഊട്ടി ഉറപ്പിച്ചിരുന്നു. അവളുടെ മുഖത്തേക്ക് നോക്കാൻ വല്ലാത്ത വിഷമം തോന്നി. അവളുടെ അച്ഛനും തന്റെ അമ്മാവനുമായ ദാസൻ അവളുടെ കൈ പിടിച്ച് തന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുമ്പോൾ ആ സാധു മനുഷ്യന്റെ കണ്ണ് നിറഞ്ഞൊഴുകിയിരുന്നു. നിറഞ്ഞ കണ്ണുകളുമായി നിൽക്കുന്ന ആ മനുഷ്യന്റെ ചാരെ തന്റെ അമ്മായി ചന്ദ്രികയും ഉണ്ടായിരുന്നു. ഏതോ കഥയിലെ പ്രണയ നായികയും നായകനെയും പോലെ ചന്ദ്രികയും ദാസനെയും ആദ്യം ഓർത്തെടുത്തു. താലികെട്ടിന് ശേഷം കല്യാണ സദ്യ കഴിക്കാൻ അമ്പലത്തിന്റെ ഊട്ടുപുരയിലേക്ക് കയറുന്നതിനൊരു മേളം തന്നെയായിരുന്നു. ആ സമയം കൊണ്ട് തന്നെ ഫോട്ടോ സെക്ഷൻ ചെയ്യുകയായിരുന്നു ദ്രുതയും ആദിയും. ഇഷ്ടമല്ലെങ്കിൽ കൂടി അവൻ ക്യാമറാമാൻ പറയുന്ന കേട്ട് അനുസരിച്ചുകൊണ്ടിരുന്നു. 3 പന്തിക്ക് ശേഷമാണ് ആദിയും ദ്രുതയും കുടുംബക്കാരും ഭക്ഷണം കഴിക്കാനിരുന്നു. ഇലയിട്ട് വിളമ്പിയ കല്യാണ സദ്യ കഴിക്കുമ്പോൾ പാറു തന്നെ അരികിൽ ഉണ്ടാവണമെന്ന് താൻ വെറുതെ ആഗ്രഹിച്ചു. വിധി അങ്ങനെയാണല്ലോ, ആഗ്രഹിച്ചേ തരില്ല, ചിന്തിക്കാത്ത കൊണ്ടിടുകയും ചെയ്യും. ദാ ഇതുപോലെ തന്റെ ഇലയിലേക്ക് നോക്കിയപ്പോൾ കണ്ടു ഉപ്പും നാരങ്ങയും തൊട്ടുകറികളും അച്ചാറുകളും എന്തിനു പറയുന്നു, അവിയലും തോരനൊപ്പം ചമ്മന്തിയും മുളക് വറുത്തവും ഉണ്ടായിരുന്നു. ചൂട് ചോറുകൊണ്ട് ഇലയിലേക്ക് വിളമ്പിയ ശേഷം പരിപ്പോടെയും അതിനു മുകളിലായി നറുനെയ്യും തൂകിയപ്പോൾ വല്ലാത്തൊരു ഗന്ധം മൂക്കിനെ ത്രസിപ്പിച്ചു. രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ വിശപ്പതിന്റെ മൂർധന്യാവസ്ഥയിലേക്ക് അതിക്രമിച്ചിരുന്നു. ആദ്യം ഒന്നും നോക്കാതെ തന്നെ ഭക്ഷണം കുഴച്ച് കഴിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അവൻ തനിക്കരികിലിരിക്കുന്നവളെ ശ്രദ്ധിക്കാനോ നോക്കാനും കൂടി ശ്രമിച്ചിരുന്നില്ല. ഭക്ഷണശേഷം എല്ലാവരോടും യാത്രയും പറഞ്ഞ് അവർ തന്റെ കാറിൽ വീട്ടിലേക്കുള്ള യാത്രയിലായിരുന്നു. തനിക്കെതിരെ ഇരിക്കുന്നവൾ തന്നെ ഒരുപാട് നേരം നോക്കുന്നുണ്ടെന്ന് മനസ്സിലായിട്ടും അവനൊരു നോട്ടം കൊണ്ടുപോലെ അവളെ കടാക്ഷിച്ചിരുന്നില്ല. വീട്ടിൽ വന്ന ശേഷം അവിടെ സ്വീകരിച്ചിരുത്തിയ ലക്ഷ്മി അമ്മ തന്നെയായിരുന്നു. ആൾക്ക് വേണ്ട ചടങ്ങുകൾ നടത്തുമ്പോഴും അതിലൊരു ചിരി പോലും ലക്ഷ്മിയും കണ്ടിരുന്നില്ലെന്നാണ് സത്യം. ചടങ്ങുകൾക്ക് ശേഷം അവിടുന്ന് എഴുന്നേറ്റ് പോയ ആദ്യം തന്നെ മുറിയിൽ ചെന്ന് ഡ്രസ്സ് മാറി പുറത്തേക്ക് പോയി. നല്ല വാതിൽ എന്ന ചടങ്ങിന് കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടി. ആ സമയം കൊണ്ട് തന്നെ ലക്ഷ്മി ദ്രുതയെ വിളിച്ച് അവന്റെ മുറിയിലേക്ക് കൊണ്ടുപോയി. അവിടെ ആ ഡ്രസ്സുകളും ആഭരണങ്ങളും അഴിച്ചു മാറ്റിയിരുന്നു. അതിൽ നിന്ന് രക്ഷപ്പെട്ട ദ്രുത കുളിച്ചു മാറാനുള്ള ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് പോയി. പോകുന്നതിന് മുമ്പായി അവൾ അവിടെ നിന്നോട് ലക്ഷ്മിയോട് ചോദിച്ചു, ആദ്യണ്ണനോട് എന്തോ ദേഷ്യമുള്ള പോലെ തോന്നിയില്ല അപ്പച്ചി, ഈ നിമിഷം വരെ എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ടില്ല. ഇത് കേട്ട് ലക്ഷ്മി അമ്മ അവളോടായി പറഞ്ഞു, അതൊക്കെ മോൾക്ക് തോന്നിയതാ. അവൻ്റെ മനസ്സിൽ നിന്ന് ആ പെൺകുട്ടി അകറ്റാൻ ചിലപ്പോൾ അവന് കുറച്ച് ദിവസങ്ങൾ വേണ്ടി വന്നേക്കാം. അതുവരെ എൻ്റെ മോൾ അവന് വേണ്ടി കാത്തിരിക്കുക. അവൻ നിന്നെ സ്നേഹിക്കുന്ന ഒരു ദിവസം വരും എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മി അമ്മ ആ റൂം വിട്ടുപോയി. അവളൊന്ന് ചിരിച്ചുകൊണ്ട് കുളിക്കാൻ കയറി. പിന്നീട് 4 മണിയായപ്പോഴാണ് പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ചെക്കൻ്റെ വീട്ടിലേക്ക് ആൾക്കാർ നല്ല വാതിലിന് വന്നത്. അത്രയും നേരം ഒരു അകൽച്ചയോടെ വിഷമിച്ചിരുന്ന ദ്രുത തന്റെ ബന്ധുക്കളെ കണ്ടപ്പോൾ ഹാപ്പിയായി ഓടി നടന്ന് അവരോട് മിണ്ടാനും പറയാനും ക്ഷണിച്ചിരുത്താനും തുടങ്ങി. ഭക്ഷണം കഴിച്ച ശേഷം എല്ലാവരും സന്തോഷപൂർവ്വം പിരിഞ്ഞു പോയതിനു ശേഷം വീണ്ടും ലക്ഷ്മി ആദ്യം ദ്രുതയും തനിച്ചായി പോയി. ആളൊഴിഞ്ഞ പന്തലിലേക്ക് നോക്കിയപ്പോൾ കണ്ടു ശങ്കറിന് രൂപം പന്തലിലെ ഓരോ ജോലികൾ നോക്കിയായിരുന്നു. ഒഴിഞ്ഞ കസേരകൾ പെറുക്കി കൂട്ടുന്നു, ഡെസ്കുകളും മടക്കി വെക്കുന്നു, വേസ്റ്റുകൾ എടുത്ത് പുറത്തേക്ക് കൊണ്ടുപോകുന്നു. ജോലിക്കിടയിലും ശങ്കരൻ വിളിച്ചു പറഞ്ഞു, ഡാ പോയി കിടന്നു വിളിക്കും, ക്ഷീണം കാണും, ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. എന്തുകൊണ്ടോ ശങ്കരന്റെ വാക്കുകൾ കേട്ട് ആദ്യം ഒരു പുഞ്ചിരി വരുത്തിക്കൊണ്ട് റൂമിലേക്ക് നടന്നു. തന്റെ റൂമിലെ കട്ടിലേക്ക് ചെന്ന് അതിലേക്ക് വീഴുമ്പോഴും അവന്റെ മനസ്സ് പാറു എന്ന് വിളിച്ച് അലറിക്കൊണ്ടിരുന്നു. പ്രാണൻ കൊടുത്ത് പ്രണയിച്ചവൾ തന്നെ ചതിച്ചിരിക്കുന്നു. മറ്റൊരുത്തന്റെ കുഞ്ഞിനെ വയറ്റിൽ ചുമന്നു. പിന്നെ എന്തിനാണ് താൻ വീണ്ടും അവിടെ പേര് ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത്? അവൻ അവനോട് തന്നെ ചോദിച്ചു പോയി. കുറച്ചു നേരത്തെ ചിന്തകൾക്ക് ശേഷം അവന്റെ കണ്ണടയിന്ന് അവൻ തന്നെ അറിഞ്ഞു. ടെൻഷനും വെപ്രാളവും ആദ്യം ഒഴിഞ്ഞവൻ ഉറക്കത്തിലേക്ക് വഴുതി വീണു. എന്നാൽ ഇതേ സമയം ഡോർ തുറന്ന് ഒരു ഗ്ലാസ് പാലുമായി ദ്രുത കയറി വന്നു. ഉടയാത്ത സെറ്റ് സാരിയും മുല്ലപ്പൂക്കളും അവളെ സുന്ദരിയാക്കിയിരുന്നു. ഡോർ തുറന്ന് അകത്തേക്ക് വന്ന് അവൾ കണ്ട കാഴ്ച ബെഡിൽ സുഖമായി നീണ്ടു നിവർന്നു കിടന്ന് വളരെ ശാന്തനായ ഒരു കുഞ്ഞിനെ പോലെ കിടന്നുറങ്ങുന്ന ആദിയാണ്. ഒരു നിമിഷം അവന്റെ ഉറക്കം അവൾ നോക്കി നിന്നു. എന്തു പറയണമെന്നറിയാതെ അവൾ വേഗം തന്റെ കയ്യിലിരുന്ന പാൽ ഗ്ലാസ് ബെഡ് സൈഡിന്റെ ടേബിളിലേക്ക് വെച്ചു. മറു സൈഡിൽ അവൾ കയറി കിടന്നു. ഒരുപാട് വൈകി തന്നെയാണ് ആദ്യം എഴുന്നേറ്റ് പാടെ ബെഡിൽ നോക്കിയതും മറു സൈഡ് ശൂന്യം. ഒന്ന് നെടുവീർപ്പെട്ടുകൊണ്ട് അവൻ എഴുന്നേറ്റിരുന്നു. എന്തിനോ വേണ്ടി പാറുവിന്റെ മുഖവും അവന്റെ മനസ്സിലേക്ക് ഓടിയെത്തി. നിലയ്ക്കാത്ത സംഗീതം പോലെ അവൾ തന്റെ ഉള്ളിൽ തെളിഞ്ഞു നിൽക്കുന്നു. അവിടെ മറ്റൊരുവൾക്ക് സ്ഥാനമില്ല, എന്നാൽ തന്നെ ചതിച്ച പാറുവിന് സ്ഥാനമില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് അവൻ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോയി. നെറുകിൽ കൂടി തണുത്ത ജലം ഒലിക്കുമ്പോഴും ഉള്ളു വെന്ത് നീറുകയായിരുന്നു. കുളിച്ചിറങ്ങിയവൻ റൂമിൽ വന്ന് ഡ്രസ്സ് മാറിയതും ചായയുമായി മുറിയിലേക്ക് ദ്രുത കയറി വന്നു, നിറപുഞ്ചിരിയുമായി. അത് കണ്ടത് അവന്റെ ദേഷ്യം ഉച്ചസ്ഥായിലെത്തിയിരുന്നു. ഒന്നും മിണ്ടാതെ ചായയും വാങ്ങി അവൾക്ക് മുഖം കൊടുക്കാതെ അവൻ റൂമിന് വെളിയിലേക്ക് നടന്നു നീങ്ങുന്നത് അവൾ സങ്കടത്തോടെ നോക്കി നിന്നു. താൻ അവഗണിക്കപ്പെടുകയാണെന്ന് മനസ്സിലാക്കിയ ദ്രുത ഒന്നും പറയാനാവാതെ നിന്നു. കരയാൻ തോന്നുന്നുണ്ട്, പക്ഷെ കരയാൻ കഴിയാനാവാതെ അവൾ നിന്നു. നിമിഷങ്ങൾ പലതും കടന്നുപോയി. അവന്റെ സമീപനത്തിൽ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല.
അവളോടൊന്നും മിണ്ടുകയോ പരിചയഭാവമോ ഇല്ല, വെറും അപരിചിതർ മാത്രം. സങ്കടം സഹിക്കാൻ വയ്യാതെ അവൾ ലക്ഷ്മിയോട് പരിതാപം പറഞ്ഞു. മോളെ, നീ വിഷമിക്കാതെ. ഇന്നലെ അല്ലേ നിങ്ങളുടെ വിവാഹം കഴിഞ്ഞ്. അവൻ മാറും, നീ ക്ഷമിക്കേ. അത്രമാത്രം ദ്രുതയിൽ നിന്ന് അവർക്ക് മറുപടി ലഭിച്ചു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. വിവാഹശേഷം 5-ാം ദിവസം ലക്ഷ്മിയമ്മ ആദിയോടായി പറഞ്ഞു. എടാ മോനെ, കല്യാണം കഴിഞ്ഞിട്ട് 5 ദിവസമായി. ഇതുവരെ നീ അവളെയും കൂട്ടി അവളുടെ വീട്ടിലൊന്നും പോയില്ലല്ലോ. വിരുന്നിനും പോയിട്ടില്ല. ഇപ്പൊ അതൊക്കെയാ ചടങ്ങ്. നീ അവളെയും കൂട്ടി അവളുടെ വീട്ടിൽ പോയിട്ട് വാ. കുറച്ച് ഡ്രസ്സ് എടുക്കണം. ആ കുട്ടിക്കും അതിന്റെ അച്ഛനും അമ്മയൊക്കെ കാണണ്ടേ. അതുമാത്രമല്ല, നീ ഇപ്പൊ ഒരു മരുമകനല്ലേ. അപ്പൊ അതിൻ്റെതായ ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. അത് കേട്ട് ആദ്യം കലി തുള്ളിക്കൊണ്ട് അവരോട് പറഞ്ഞു. അമ്മ അങ്ങ് കൊണ്ടുപോയാൽ മതി അവളെ. എന്റെ ഇഷ്ടത്തിനൊന്നല്ലല്ലോ, അമ്മയുടെ ഇഷ്ടത്തിന് നടന്ന വിവാഹമല്ലേ. അതുകൊണ്ട് അവളെയും കൂട്ടി അമ്മ വിരുന്നിന് പോയാൽ മതി. എന്നെ ഇതിനൊന്നും കിട്ടില്ല. ഒരു ദയാദാക്ഷിണ്യമില്ലാതെ പറയുന്നവനെ ലക്ഷ്മി അമ്മയും അടുക്കളയിൽ മറിഞ്ഞെന്ന് ദ്രുതയും കണ്ടു. നെഞ്ചു പിടക്കുന്ന വേദനയോടെ മാത്രമേ ദ്രുതയ്ക്ക് ഇതെല്ലാം അവന്റെ വായിൽ നിന്ന് കേൾക്കാനായുള്ളൂ. കണ്ണുനീർ വാർത്ത് അങ്ങനെ നിന്നു ആ പാവം പെണ്ണ്. ഇതെല്ലാം കേട്ടുന്ന ലക്ഷ്മി അമ്മ അവനോട് വീണ്ടും പറഞ്ഞു. എന്താ മോനെ ഇത്? കഴിഞ്ഞെല്ലാം കഴിഞ്ഞു. ഒരുവളെ നീ സ്നേഹിച്ചു, അവള് നിന്നെ ചതിച്ചു. അത് കഴിഞ്ഞു പോയി. ഇപ്പൊ നിന്റെ ജീവിതത്തിലൊരു പെണ്ണുണ്ട്. അവള് നിന്റെ ഭാര്യ. കല്യാണം കഴിഞ്ഞിട്ട് 5 ദിവസമായി. അവളെ ഒന്ന് വിളിക്കുന്നോ സംസാരിക്കുന്നോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. നീ അവളുടെ പേര് പോലും ഉച്ചരിച്ച് വിളിച്ചിട്ടില്ല. ആ പാവം പെണ്ണിനൊരു മനസ്സുണ്ട്. അവളിങ്ങനെ വിഷമിപ്പിക്കരുത്. ഇത് കേട്ടതും കർക്കശക്കാരനെ ആദ്യം വിളിച്ചു പറഞ്ഞു. ഞാൻ ഒരുത്തികളെ എന്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചിട്ടില്ല, ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ സംഭവിച്ചാൽ എന്റെ വിധിയായിട്ട് ഞാൻ കരുതിക്കൊള്ളാം. ഇനി ഈ കാര്യം പറഞ്ഞ അമ്മ എന്റെ അരികിലേക്ക് വരരുത്. അത്രയും പറഞ്ഞ് അവൻ ആ വീട്ടിൽ നിന്നിറങ്ങി ശങ്കരന്റെ രൂപേഷിന്റെ അടുത്തേക്ക് പോയി. അപ്പോഴും ദ്രുത തനിക്ക് വന്ന അബദ്ധത്തെക്കുറിച്ച് പറഞ്ഞ് കരയുകയായിരുന്നു. അപ്പച്ചി എന്തിനാ എന്നെതിലേക്ക് വലിച്ചിട്ട്? ഞാൻ ഇഷ്ടപ്പെട്ടിരുന്ന ആദ്യേട്ടന്. പക്ഷെ എന്തിനാ എന്നെ ഇത്രയ്ക്കും വെറുക്കുന്നത്? അതിന് മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്ത്? അവൾ ലക്ഷ്മി അമ്മയുടെ മാറിലേക്ക് വീണ് കരഞ്ഞു. ദിവസങ്ങൾ വീണ്ടും ആഴ്ചകളായി ഓടി മറഞ്ഞു. ഉച്ചക്ക് ആദ്യം ലക്ഷ്മി അമ്മയുടെ ഡൈനിങ് സെക്ഷനിൽ ഊണ് കഴിക്കുകയായിരുന്നു. ആദിക്ക് ചോറ് വിളമ്പി അവന്റെ മുമ്പിലേക്ക് വെച്ചുകൊണ്ട് ദ്രുത തിരിഞ്ഞു കടന്നു. പെട്ടെന്ന് ആദ്യം അവളോട് പറഞ്ഞു. പാറു, ഇന്നലത്തെ മങ്കടക്കറിയില്ലേ, അതെടുത്തിരുവാ. അത് കേട്ടതും ദ്രുത ഒരു നിമിഷം അവിടെ സ്റ്റക്കായി നിന്നു. വേഗം തിരിഞ്ഞ് ആദ്യം നോക്കി. അതെ, തന്നോട് തന്നെയാണ് അവൻ പറഞ്ഞത്. പക്ഷെ വിളിച്ചത് പാറു എന്ന്. അത് കേട്ടത് അവളുടെ ഉള്ളിലൊരു മഞ്ഞ് വീണ സുഖം തോന്നി. പാറുവിന്റെ പേരിലാണ് തന്നെ വിളിച്ചത്. അതായത് താൻ പാറുവാണെന്ന് അവൻ തെറ്റിദ്ധരിച്ചതാണോ? പലതും ചിന്തയിൽ കൂടി കടന്നുപോയെങ്കിലും ഒന്ന് ചിരിച്ചുകൊണ്ട് അവൾ വേഗം ദാ വരുന്നു എന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് ഓടി. ഒരു ഗ്ലാസ് ബൗളിൽ വറുത്തരച്ച മീൻ കറി അവന് മുമ്പിലേക്ക് കൊടുക്കുമ്പോൾ അവന്റെ മുഖത്തേക്ക് നോക്കിയിരുന്നവൾ. എന്നാൽ ഒരു നോട്ടം കൊണ്ടുപോലും അവൻ അവളെ കടാക്ഷിച്ചിരുന്നില്ല. എങ്കിലും അന്നത്തെ ദിവസം അവളെ ഹാപ്പി ആയിരുന്നു. ഒന്നുമില്ലെങ്കിലും മിണ്ടാത്ത ഒരാൾ മറ്റൊരാളുടെ പേരിലെങ്കിലും ഒരു കാര്യം ആവശ്യപ്പെട്ടല്ലോ എന്ന ചിന്തയിലായിരുന്നു അവൾ. അങ്ങനെ ചില ദിവസങ്ങൾ കൂടി പിന്നിട്ടിരുന്നു. രാവിലെ ഉറക്കമുണർന്ന് എഴുന്നേറ്റ് വന്ന ആദി തനിക്ക് പതിവ് കിട്ടുന്ന ചായ കിട്ടാത്തതുകൊണ്ട് തന്നെ അവൻ നേരെ അടുക്കളയിലേക്ക് ചെന്നു. എന്നാൽ അവിടെ ആരെയും കണ്ടിരുന്നില്ല. വീണ്ടും അടുക്കളയിലേക്ക് നടന്നു നീങ്ങി അവൻ കണ്ടു ഒരു പച്ചച്ചക്ക വെട്ടിക്കീറുന്ന ലക്ഷ്മി അമ്മയെ. അമ്മേ, ചായ കിട്ടില്ലല്ലോ. ഇത് കേട്ട് ലക്ഷ്മി അമ്മ പറഞ്ഞു. ദാ വരുന്നു മോനെ, കയ്യിൽ ചക്കക്കറിയാ, തുടച്ചിട്ട് വരാം. അത് കേട്ട് അവൻ പെട്ടെന്ന് അവരോട് പറഞ്ഞു. വേണ്ട, അമ്മ പാറുവിനോട് പറഞ്ഞാൽ മതി. ഇത് കേട്ട് ലക്ഷ്മി അമ്മ അവരോട് ചോദിച്ചു. പാറുവോ? നീ എന്തിനാ ദ്രുതയെ പാറു എന്ന് വിളിക്കുന്നത്? അവളുടെ പേര് വിളിച്ചാലെന്താ നിനക്ക്? പേരെന്തായാലും എന്താ അമ്മേ, ഒന്ന് വിളിച്ചാ പോരെ? അവന്റെ കർക്കശമായ സംസാരം കേട്ട് ലക്ഷ്മി അമ്മ പറഞ്ഞു. എന്നാ നീ ഇനി അവളെ വിളിക്കണ്ട, അവൾ ഇവിടെ ഇല്ല, ഡ്യൂട്ടിക്ക് പോയിരിക്കുക. അത് കേട്ട് അവൻ വെപ്രാളപ്പെട്ടുകൊണ്ട് ചോദിച്ചു. ഡ്യൂട്ടിയോ? എന്ത് ഡ്യൂട്ടി? എന്നോട് ആരും ഒന്നും പറഞ്ഞില്ലല്ലോ. അവൻ പറഞ്ഞു. ലക്ഷ്മി അമ്മ തിരിച്ചു പറഞ്ഞു. അവൾ നേഴ്സാ, മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത്. അവൾ ഡ്യൂട്ടിക്ക് പോകുന്ന കാര്യം എന്നോട് പറഞ്ഞിരുന്നു. പിന്നെ നിന്നോട് പറയേണ്ട കാര്യം എന്താ? നിന്റെ ആരുമല്ലല്ലോ അവള്. അവളെ കൊണ്ടുവന്ന് ഞാനല്ലേ, അപ്പം ഞാനറിഞ്ഞാ പോരെ? നീ പോയി ആ പിഴച്ചവളുടെ കാര്യം നോക്ക്. അത് കേട്ടതും വല്ലാത്ത ജാളിതയും സങ്കടവും തോന്നി അവന്. അന്ന് വൈകിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന ദ്രുത കാണുന്നു ആരോടോ കാര്യമായിട്ട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആദിയാണ്. ഇത് കണ്ടുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയ ദ്രുതയോട് പുറത്തുനിന്ന് ആദി വിളിച്ചു പറഞ്ഞു. പാറു, ഒരു കട്ടനെടുക്ക്. തന്നോട് മിണ്ടാതിരുന്നിരുന്ന ആദി ഇപ്പോൾ മിണ്ടെന്ന് കണ്ടപ്പോൾ അവർക്ക് സന്തോഷം തോന്നിയെങ്കിലും അവൾക്ക് വല്ലാത്ത അസ്വസ്ഥതയായിരുന്നു. താനൊരു വ്യക്തിയായിരുന്നു, മറ്റൊരാളുടെ വ്യക്തിത്വം കടമെടുക്കുന്ന പോലെ. ഒന്ന് മൂളിക്കൊണ്ട് അവൾ അകത്തേക്ക് പോയി. ഹോസ്പിറ്റലിൽ നിന്ന് വന്നുകൊണ്ട് തന്നെ അവളൊന്ന് കുളിച്ച് ഫ്രഷായാണ് ഒരു കപ്പ് കട്ടനുമായി ഉമ്മറപ്പടിയിലേക്ക് അവന്റെ മുന്നിൽ ചെന്നത്. ആ കട്ടൻ അവനെ ഏൽപ്പിച്ച ശേഷം തിരിഞ്ഞടക്കാൻ ഒരുങ്ങി അവളോട് വീണ്ടും അവൻ പറഞ്ഞു. പാറു, ഫ്രിഡ്ജിൽ മങ്കട വാങ്ങി വെച്ചിട്ടുണ്ട്, വറുത്തരച്ച കറി വെക്ക്, ഞാൻ ചന്തയിൽ പോയി സീനി വാങ്ങിച്ചിട്ട് വരാം. ഇത് കേട്ട് അവളും ചിരിച്ചെങ്കിലും ആ പാറു എന്ന വിളി വല്ലാത്തൊരു അസ്വസ്ഥ വന്ന് മൂടുന്ന അവൾ അറിഞ്ഞു. രാത്രി ഭക്ഷണം കഴിക്കാൻ ഡൈനിങ് സെക്ഷനിൽ ഇരിക്കുമ്പോഴാണ് അവരിരുവരോടും തന്നെ ജോലിക്കാരൻ തുറന്നു പറഞ്ഞത്. ഇനി ഞാൻ ഗൾഫിലേക്ക് തിരിച്ചു പോകുന്നില്ല. എൻ്റെ കൂട്ടുകാരൻ്റെ പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ശരിയായിട്ടുണ്ട്. ഞാൻ ഇനി മുതൽ അവിടെ ജോലിക്ക് പോവാം. അത് കേട്ട ലക്ഷ്മി അമ്മക്ക് വല്ലാത്തൊരു സമാധാനമായി. തൻ്റെ മകനെ ഇനി പ്രവാസിയായി അന്യനാട്ടിൽ കിടക്കേണ്ടതില്ലല്ലോ. അതാവുമ്പോൾ അവന് അടുത്ത് നിൽക്കാനും സാധിക്കും. ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ ഒരുവിധം ഒഴിഞ്ഞു പോകാനുള്ള സാധ്യതയുമുണ്ട്. അവർ മറ്റൊന്നും പറയാതെ തന്നെ ഭക്ഷണം കഴിച്ച് കിടക്കാനായി തങ്ങളുടെ മുറിയിലേക്ക് പോയി.
അന്ന് രാത്രിയിൽ അവൻ കിടക്കാൻ റൂമിലേക്ക് വന്നപ്പോൾ അവളെ കണ്ടെങ്കിലും അവർ പരസ്പരം എന്നത്തെയും പോലൊന്നും മിണ്ടിയിരുന്നില്ല. പിന്നെയും അവർക്കിടയിലൂടെ പല ദിവസങ്ങളും കടന്നുപോയിക്കൊണ്ടിരുന്നു. എങ്കിലും അവരുടെ ദിനചര്യകളിൽ ഒരു മാറ്റവും ഉണ്ടായില്ല. ആദിക്ക് ആവശ്യമുള്ള ഘട്ടങ്ങളിൽ ധൃതിയെ പാറു എന്ന് വിളിക്കാൻ അവൻ മറന്നില്ല. ഒരിക്കൽ ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ച് തിരുവരും ഫ്രഷായി റൂമിലേക്ക് വന്നപ്പോഴാണ് ധൃത ആദിയോടായ ഒരു കാര്യം ചോദിച്ചത്. നമ്മൾ തമ്മിൽ ഇതുവരെ ഒരു ഭാര്യാബന്ധം ഉടലെടുത്തിട്ടില്ല. ഇനി അത് ഉണ്ടാവുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് നല്ല ഫ്രണ്ട്സ് ആയിക്കൂടെ? എന്ത് കാര്യവും തുറന്നു പറയാൻ പറ്റുന്ന നല്ല ഫ്രണ്ട്സ്. അത് കേട്ട് ആദ്യം ഒരു പുഞ്ചിരിയോടെ പോരാത്തതിന് സന്തോഷത്തിൽ ചിരിച്ചുകൊണ്ട് ഒറ്റ വാക്കിൽ തന്നെ അതേന്ന് അവൻ മറുപടി പറഞ്ഞു. പിന്നീട് അങ്ങോട്ട് അവരുടെ സൗഹൃദം അവിടെ തുടങ്ങിയായിരുന്നു. എപ്പോഴും കളിയും ചിരിയും തമാശയും രണ്ട് സുഹൃത്തുക്കൾ എങ്ങനെയാണോ അങ്ങനെ തന്നെയായിരുന്നു അവർ ഇരുവരും. ഹോസ്പിറ്റലിൽ നടക്കുന്ന കാര്യങ്ങൾ ധൃത അവനോടും ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങൾ ആദ്യം അവളോടും പങ്കുവെക്കും. അടുക്കളയിൽ ധൃതയെ സഹായിക്കാൻ ആദ്യം കയറി വരുന്നതും പതിവായി. എങ്കിലും ആദിയുടെ പാറു എന്നുള്ള വിളി അത് മാറ്റാൻ അവൻ തയ്യാറായിരുന്നില്ല. അത് അവളിൽ ഒരുപാട് വിഷമം ഉണ്ടാക്കിയെങ്കിലും അതിനോട് പൊരുത്തപ്പെടാൻ അവൾ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ ലക്ഷ്മി അമ്മക്ക് അതൊരു സമാധാനം തന്നെയായിരുന്നു. ഒന്നും മിണ്ടാതെ ഒന്നും ഉരിയാടാതെ അവളൊന്നും ശ്രദ്ധിക്കാതിരുന്ന അതിൽ ഇത്രയധികം മാറ്റം വന്നതിൽ വളരെയേറെ അമ്മയിൽ സന്തോഷം കൂടിയിരുന്നു. അന്നൊരു ശനിയാഴ്ച രാത്രിയിൽ ധൃതയോടായി ആദ്യം പറഞ്ഞു, നാളെ താൻ ഫ്രീ ആണെങ്കിൽ നമ്മൾ തൻ്റെ വീട് വരെ ഒന്ന് പോയി വരാം. കല്യാണം കഴിഞ്ഞ് ഇതുവരെയും തൻ്റെ വീട്ടിൽ നമ്മൾ ഒരുമിച്ച് പോയിട്ടില്ലല്ലോ. അത് കേട്ട് ധൃതയിൽ വല്ലാത്ത ഹൃദയതാളം ഉയരുന്നതറിഞ്ഞു. ആദിയിൽ ഇത്രയേറെ മാറ്റമുണ്ടാവുമെന്ന് അവളും പ്രതീക്ഷിച്ചതല്ല. തന്നെയൊന്ന് തിരിഞ്ഞു നോക്കാതിരുന്ന ആദി ഇപ്പോൾ തൻ്റെ വീട്ടിലേക്ക് വരണമെന്ന് പോലും പറയുന്നു. അവൾ സന്തോഷത്തോടു കൂടെ തന്നെ അതിന് സമ്മതവും കൊടുത്തു. പിറ്റേന്ന് ഉച്ചയോടെ തന്നെ ധൃതയുടെ വീട്ടിലേക്ക് പോകാൻ അവർ കാറിലേക്ക് കയറുമ്പോൾ ലക്ഷ്മി അമ്മ വാതിൽക്കൽ നിന്ന് പറഞ്ഞു, പെട്ടെന്ന് ഇങ്ങോട്ട് ഓടി വരാൻ നിൽക്കേണ്ട. 3-4 ദിവസം അവിടെ നിൽക്ക്. ഡ്യൂട്ടിക്ക് പോകണമെങ്കിൽ അവിടെ നിന്ന് പോവാലോ. ഒന്നുമില്ലെങ്കിലും ദാസനും ചന്ദ്രിക്ക ഒരു സന്തോഷം തന്നെയല്ലേ. ലക്ഷ്മി അമ്മയുടെ ആ പറച്ചിൽ ആദിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അമൃത്തിയൊന്നും മോളുക മാത്രം ചെയ്തു അവൻ. ഇത് മനസ്സിലാക്കിയ ധൃത മറ്റൊന്നും പറയാതെ ലക്ഷ്മി അമ്മയെ നോക്കി കൈകൊണ്ട് ബൈ കാണിച്ചു. തങ്ങൾ വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന കാര്യം ധൃത നേരത്തെ വിളിച്ച് വീട്ടിലെ അമ്മയെ അറിയിച്ചിരുന്നു. സന്തോഷം കൊണ്ട് മതിമറന്ന ദാസനും ചന്ദ്രികയും ഒറ്റ മകളും മരുമകനും വീട്ടിലേക്ക് വരുന്നതിനുള്ള ഒരുക്കത്തിലായിരുന്നു. വിവാഹശേഷം ആദ്യമായിട്ട് വരികയല്ലേ മരുമകനും മകളും. അത് വിവാഹം കഴിഞ്ഞ മാസങ്ങൾക്ക് ശേഷം. അപ്പോൾ ഒരു കുറവും വരാൻ പാടില്ലെന്ന് നിർബന്ധമുണ്ടായിരുന്നു ദാസന്. ധൃതയുടെ വീടിന് മുമ്പിൽ കാർ നിർത്തുമ്പോൾ ആദിക്ക് വല്ലാത്തൊരു ചളിപ്പ് തോന്നി. വിവാഹം കഴിഞ്ഞ് 3-ാം പക്കമാണ് പെണ്ണിന്റെ വീട്ടിൽ വിരുന്ന് വരേണ്ടത്. എന്നാൽ ഇപ്പോൾ അത് മാസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. അതുമാത്രമല്ല, തന്റെ വീടായ കൃഷ്ണപുരത്തുനിന്നും വലിയ ദൂരമില്ല. എങ്കിൽ പോലും അമ്മയുടെ കൂടെ ചെറുപ്പത്തിലെപ്പോഴോ താൻ വന്നിട്ടുള്ളതാണ്. ഇങ്ങനെ ഒരു അമ്മാവനോ അമ്മായിയോ മുറപ്പെണ്ണോ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഇതിനു മുന്നേ ചിന്തിച്ചിട്ട് കൂടിയില്ല. എന്നാൽ അമ്മ എപ്പോഴും അവിടേക്ക് വരികയും പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആദിക്ക് അവരെ ഫേസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായി. എന്നാൽ ദാസനും ചന്ദ്രികയും ഇതൊന്നും ശ്രദ്ധിച്ചതേയില്ല. അവർ വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് കാറിൽ നിന്നിറങ്ങിയ മരുമകനെയും മകളെയും വീട്ടിലേക്ക് ക്ഷണിച്ചത്. കാറിൽ നിന്നിറങ്ങിയ ധൃത വേഗം തന്നെ കാറിലേക്ക് തിരികെ കയറി. അച്ഛനും അമ്മയ്ക്കായി കരുതിയ ഡ്രസ്സിന്റെ പാക്കറ്റുകൾ എടുത്ത് വീണ്ടും അകത്തേക്ക് വന്നു. ആ സമയമാണ് ധൃതയുടെ വീട് ആദ്യം ശ്രദ്ധിച്ച്. താൻ പണ്ട് വരുമ്പോൾ അതൊരു ഓടിട്ട വീടായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ സ്ഥാനത്ത് ഒരു ഇരുനില വീട്. അമ്മാവൻ KSEBിൽ ജീവനക്കാരനാണ്. അതുകൊണ്ട് തന്നെ ദുശീലങ്ങളും ഇല്ല, കൂട്ടുകെട്ടുകളും ഇല്ല. കിട്ടുന്ന പണം സ്വരൂപിച്ചു വെക്കാൻ നന്നായിട്ട് അറിയാം. അതിന്റെ ഫലമാണ് തനിക്ക് മുന്നിൽ കാണുന്ന ഈ വീട് തന്നെ. വാ മോനെ, എന്താ അവിടെ തന്നെ നിൽക്കുന്നത്? കയറി വാ. മോൾ ഇന്നലെ തന്നെ വിളിച്ചു പറഞ്ഞിരുന്നേ നിങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. ആ സമയം മുതൽ നിന്റെ അമ്മായിക്കൊരു സമാധാനമില്ലായിരുന്നു. ജോലിയോട് ജോലി. ഇപ്പോഴാ അവളൊന്ന് സ്വസ്ഥയായത്. കണ്ടില്ലേ മോളെയും മരുവിനെയും കണ്ടതിന്റെ സന്തോഷം. ദാസൻ പറയുന്ന കേട്ട് ആദ്യ ധൃതയെയും അമ്മായിയും ശ്രദ്ധിച്ചിരുന്നു. അവൻ കാണുകയായിരുന്നു. കാണാതിരുന്ന് കാണുന്ന അമ്മയുടെയും മകളുടെയും സ്നേഹം. കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളും താനും അവൾ ഇങ്ങോട്ട് വരാതിരുന്ന് അച്ഛനും അമ്മയ്ക്ക് ഒരു പരിഭവം ഉണ്ടായിരുന്നില്ല. കാരണം തങ്ങളുടെ മകൾ അവിടെ സുരക്ഷിതയും സന്തോഷവതിയുമായിരിക്കുമെന്ന് അവർ വിശ്വസിച്ചു. തന്റെ മകളെയും കൊണ്ട് അകത്തേക്ക് കയറി വന്ന ചന്ദ്രികമായി ആദിയോടായി പറഞ്ഞു, മോനെ സുഖല്ലേ? ജോലിയൊക്കെ എങ്ങനെ പോകുന്നു? ഞങ്ങൾ രണ്ടുപേരും വീട്ടിൽ വരുമ്പോഴൊന്നും നിങ്ങൾ രണ്ടുപേരും ഇല്ല, ഡ്യൂട്ടിക്ക് പോയിരിക്കല്ലേ? വരുമ്പോഴെല്ലാം ചേച്ചിയെ കണ്ടിട്ടാ മടങ്ങുന്നു. അത് കേട്ട് ആദ്യം ഒന്ന് ചിരിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു, ആ അമ്മായി, അമ്മ പറയാറുണ്ട് നിങ്ങൾ രണ്ടുപേരും വന്ന കാര്യം. രണ്ടുപേർക്കും ലീവ് എടുക്കാൻ പറ്റാത്ത കാര്യമൊക്കെ മോള് വിളിക്കുമ്പോൾ പറയാറുണ്ട് മോനെ. അതുകൊണ്ടാ ഞങ്ങൾ ഇതുവരെ നിങ്ങൾ രണ്ടുപേരെയും നിർബന്ധിക്കാതിരുന്നു. ചന്ദ്രിക പറഞ്ഞു നിർത്തി. അവർ പറഞ്ഞു കേട്ടതും അറിയാതെ ആദിയുടെ കണ്ണുകൾ പോയത് ധൃതയിലേക്കാണ്. താൻ മനഃപൂർവ്വമാണ് ഇവിടേക്ക് വരാതിരുന്നത്. അമ്മ പലപ്പോഴും പറയുമ്പോഴും അമ്മയോടൊപ്പം അവളെയും വിളിച്ചിട്ട് പോകാനാണ് താൻ പറയാറുള്ളത്. എന്നാൽ ധൃത അവളുടെ വീട്ടിൽ പറഞ്ഞ് ലീവ് കിട്ടാത്തതുകൊണ്ടാണെന്നാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ തൻ്റെ മാനെ രക്ഷിക്കായിരുന്നു അവൾ ഇത്രയും കാലം. യാത്രക്കുള്ളിൽ അവിടെ ചെന്ന് ഉച്ചക്കായതുകൊണ്ട് തന്നെ ചെന്നപടി തന്നെ ഭക്ഷണം കഴിക്കാനിരുന്നു. ആ തീന്മേശമേലുണ്ടായിരുന്നത് തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മംഗള വറുത്തരച്ച കറിയും ചീനി വേവിച്ചും പോരാത്തിന് ബീഫ് ഉലത്തിയതും അങ്ങനെ നിരവധി തൻ്റെ ഇഷ്ട വിഭവങ്ങൾ. ഭക്ഷണം കഴിച്ച് കൈ കഴിയപ്പോഴാണ് അയലത്തെ വീട്ടുകാർ ധൃതയെയും ഭർത്താവിനെയും കാണാൻ വേണ്ടി അവിടേക്ക് വന്ന് അവരോട് അല്പനേരം സംസാരിച്ചിട്ട് അവരുടെ റൂമിലേക്ക് കൊണ്ടുപോയി. നല്ല വലിപ്പമുള്ള വൃത്തിയുള്ള ഒരു റൂം. അതിൻ്റെ ഒരു വശത്തായി ബെഡ് സെറ്റ് ചെയ്തിരിക്കുന്നു.
അതിൻ്റെ ഒരു സൈഡിലായി ടേബിളും കുറച്ച് ടെക്സ്റ്റും അടക്കി വെച്ചിരിക്കുന്നു. അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ഷെൽഫ് തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ധൃതയുടെ ബുക്കുകൾ സൂക്ഷിക്കുന്ന ഷെൽഫ്. അതിൽ പലതരത്തിലുള്ള പുസ്തകങ്ങളും കണ്ടു. ധൃതയുടെ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, നഴ്സിംഗ് പഠനത്തിന്റെ വിവിധ തരത്തിലുള്ള ടെക്സ്റ്റുകൾ. അതിൻ്റെ ഒരു സൈഡിലായി ബുക്കുകളും സെറ്റ് ചെയ്തിരിക്കുന്നു. ഒരു നിമിഷം അത് കണ്ടവൻ ചിന്തിച്ചു. ഒരിക്കൽ പഠിക്കാൻ വേണ്ടിയെന്ന് പറഞ്ഞ് പരീക്ഷയിൽ തോൽക്കുമെന്നായപ്പോൾ ഈ സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലേക്ക് പറിച്ചു നട്ടാണ് ധൃത. അവളാണിപ്പോൾ ഒരു നഴ്സായി ഉയർന്ന ശമ്പളത്തിൽ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നത്. വിധി അങ്ങനെയാണ്, പലതും മാറ്റിമറിക്കും. ആ വിധി തന്നെയാണ് തന്നെ ഈ റൂമിൽ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ ധൃത കൊണ്ടുവന്ന ബാഗിൽ നിന്നും ആദ്യം മാറാനുള്ള തുണിയെടുത്ത് കൊടുത്തുകൊണ്ട് ബാത്റൂം കാണിച്ചു കൊടുത്തു. ബാത്റൂമിൽ കയറി ഡ്രസ്സ് മാറിയ ശേഷം ബെഡിലായി വന്ന് കിടന്നു. തന്റെ ഫോണിൽ തോണിക്കൊണ്ടിരുന്നവൻ അപ്പോഴും ധൃതയെ അവളുടെ അമ്മയെ അയൽക്കാരുമായിട്ടുള്ള സംസാരത്തിലായിരുന്നു. എത്ര നേരമാണ് ഫോൺ നോക്കിയിരുന്നതെന്ന് ആദിക്കൊരു പിടിയുമില്ല. വല്ലാത്ത തലവേദന എടുത്തുകൊണ്ടാണ് അവൻ നേരെ നടന്ന് ധൃതയുടെ ബുക്ക് ഷെൽഫിനടുത്തേക്ക് ചെന്ന് അതിൽ നിന്നൊരു ബുക്ക് വലിച്ചെടുത്തതും അതിനോട് ചേർന്നിരുന്ന മറ്റൊരു ബുക്ക് താഴെ വീണ് ഒരുമിച്ചായിരുന്നു. താഴെ വീണ ബുക്ക് അവൻ കയ്യിലേക്ക് എടുത്തും അതിൽ നിന്നൊരു പേപ്പർ താഴെ ഇളകി അവന്റെ കാൽച്ചുവട്ടിൽ തന്നെ വീണിരുന്നു. ആ പേപ്പർ കഷ്ണം കയ്യിലെടുത്ത് അവൻ കണ്ടു. അതിൽ എഴുതിയിരിക്കുന്നു, ആദർശ് ഫ്ലെയിം 9 ധൃത. അതിൽ എം എന്ന ലെറ്റർ മാത്രം റൗണ്ട് ചെയ്തിരിക്കുന്നു. അതിന്റെ അർത്ഥം മാരേജ് എന്നും. അത് കണ്ട് അവന്റെ ചുണ്ടിൽ അറിയാതൊരു ഞെട്ടൽ വന്നു. കാരണം അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ധൃത എന്ന 8ാം ക്ലാസ്സുകാരിയാണ്. വേഗം തന്നെ ബുക്ക് എടുത്ത് തുറന്നു നോക്കി. അതിലെ പകുതി താളുകളിലും ആദ്യ വേർഡ്സ് ധൃത എന്ന് എഴുതിയിരിക്കുന്നു. അവൻ പെട്ടെന്ന് തന്നെ മറ്റൊരു ബുക്ക് എടുത്ത് ആദ്യ പേജ് നോക്കി. 9 ധൃത, സ്റ്റാൻഡേർഡ് 8D, ക്ലാസ് നമ്പർ 23, സബ്ജക്റ്റ് ആദർശ് മൈ ലവ്. അത് കണ്ടവന് വല്ലാത്തൊരു സന്തോഷം തോന്നി. താൻ അറിയാതെ തന്നെ ഒരു വിഷയമാക്കി അവൾ പഠിച്ചിരിക്കുന്നു. പല പോസിൽ അവൻ പഴയ മാവിൻ ചൂട്ടിൽ നിൽക്കുന്ന പല ചിത്രങ്ങളും അവൾ തന്റെ പേനയാൽ കോറിയിട്ടിരുന്ന ആ താളുകളിൽ. ആ മനോഹരമായ ബുക്ക് നിറയെ അവനുള്ള അവളുടെ പ്രണയം അവൾ അനശ്വരമാക്കി എഴുതിയിരിക്കുന്നു. ഇത്രമേൽ ഭ്രാന്തമായി ഒരുവൾക്ക് തന്നെ പ്രണയിക്കാനാവുമോ എന്ന് പോലും അവൻ ആ നിമിഷം ചിന്തിച്ചു പോയി. ഒരു കൗതുകത്തോടു കൂടി തന്നെ ആ നിലയിലിരുന്ന എല്ലാ ബുക്കുകളും അവൻ പരിശോധിച്ചു. ആ ബുക്കുകളിലെല്ലാം അവളുടെ പഠന വിഷയം ആദർശ് തന്നെയായിരുന്നു. തന്നോട് പ്രണയം തുറന്നു പറഞ്ഞപ്പോൾ ആട്ടി ഓടിച്ചു എന്നല്ലാതെ ഒരിക്കൽ പോലും തന്നോടുള്ള അവളുടെ ആ പ്രണയം ഒരു നോട്ടത്തിൽ പോലും പ്രകടമായിരുന്നില്ല. താൻ പാറുവിനെ പ്രണയിച്ചതിനേക്കാൾ ഒരു പടിമേലെ ധൃത തന്നെ പ്രണയിച്ചിരിക്കുന്നു എന്ന് പോലും അവന് സംശയിച്ചു പോയി. ആ ബുക്കുകളെല്ലാം പഴയപടി തന്നെ അവൻ ആ ഷെൽഫിൽ അടുക്കി വെച്ചു. പഴയതുപോലെ കട്ടിൽ പോയി കിടന്നു. ആ കിടത്തത്തിൽ അറിയാതെ അവനൊന്നും മയങ്ങിപ്പോയി. ചായയുമായി അവൾ വന്ന് വിളിച്ചപ്പോഴാണ് കണ്ണുകൾ തുറന്നത്. നോട്ടം ആദ്യം പോയത് ആ ക്ലോക്കിലേക്കാണ്. സമയം 6 മണി കഴിഞ്ഞിരിക്കുന്നു. താൻ ഇത്രയും സമയം ഗാഠമായ ഉറക്കത്തിലായിരുന്നുവോ? ഇപ്പോൾ പകലുറക്കം നിശേഷമേ ഇല്ല. അത് കണ്ടുകൊണ്ടെന്ന് എഴുന്നേറ്റിരുന്ന അവൾ കൊണ്ടുവന്നൊരു കപ്പ് ചായ കയ്യിലേക്ക് എടുത്ത് ചൂടോടെ ഊതി കുടിച്ചു ആദി. ശേഷം അവളോട് അവൻ ആരാഞ്ഞു, ആ ഡോർ ക്ലോസ് ചെയ്യും. പെട്ടെന്ന് കേട്ട കാര്യത്തിൽ അതിശയം തോന്നിയ ധൃത അവനെയൊന്ന് പാളി നോക്കിക്കൊണ്ട് എഴുന്നേറ്റിയെന്ന് കഥ കടച്ചു. ശേഷം അവന്റെ അരികിലായ ബെഡിൽ വന്നിരുന്നവൾ, നീ എന്നെ അത്രമേൽ പ്രണയിച്ചിരുന്നോ ധൃത? പ്രതീക്ഷിക്കാത്ത സമയത്ത് അവനിൽ നിന്ന് കേട്ട ചോദ്യം ആളിൽ വല്ലാത്തൊരു ഞെട്ടൽ തന്നെ ഉണ്ടാക്കി. ഹൃദയമിടിപ്പ് കൂടുന്ന കണ്ണിൽ വെള്ളം നിറയുന്ന അവൾ അറിഞ്ഞു. ചുണ്ടുകളിലെ വിറയിൽ അതൊരു വിതുമ്പലായി രൂപപ്പെട്ടു. ഒരു നിമിഷം മുഖം പൊത്തിപ്പിടിച്ചുകൊണ്ട് അവൾ തേങ്ങിക്കരഞ്ഞു. ആ കരച്ചിൽ 5 നിമിഷത്തേക്ക് നീണ്ടു. അത് അവളിൽ ഒരു ആശ്വാസം തന്നെ സൃഷ്ടിച്ചു. ആ ശുദ്ധരക്തം ഒഴുകിപ്പോയ മുറിവ് പോലെ അവളുടെ മനസ്സ് ശുദ്ധമായി. എന്താ ഇപ്പൊ അങ്ങനെ ചോദിക്കാൻ കാരണം? ഒരു വിറയലോടുകൂടി തന്നെയായിരുന്നു അവളത് അവനോട് ചോദിച്ചത്. നിന്റെ പഠനകാലത്ത് ഞാൻ നിനക്കൊരു വിഷയമായിരുന്നില്ലേ? നീ എന്നെയല്ലേ കൂടുതലും പഠിച്ചത്? എന്നുള്ള പ്രണയത്തെയല്ലേ കൂടുതൽ ആരാധിച്ചത്? ഒരു നിമിഷം അവൾ അതെല്ലാം ഒന്ന് ഓർത്തുകൊണ്ട് അവൾ ഒരു ദീർഘനിശ്വാസം എടുത്തു. ശേഷം അവൾ പറഞ്ഞു തുടങ്ങി, അപ്പച്ചിയുടെ മകനെന്നതിലുപരി ആശാമ്പള്ളിക്കൂടത്തിൽ വരുന്ന ആ ചെക്കനെയായിരുന്നു ഞാൻ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്. തുടുത്ത കവിളുകളും ഉണ്ടക്കണ്ണുകളുള്ള ആ ഒരു കാന്താരി ചെറുക്കനെ, എപ്പോഴും മാവിൻ്റെ ചോട്ടിൽ നിന്ന് പാത്തു നോക്കുന്ന ആ കുഞ്ഞി ചെക്കനെ. കണ്ണുകളിൽ കൗതുകം നിറച്ചായിരുന്നു ആദ്യേട്ടൻ്റെ രൂപം മനസ്സിൽ കൊണ്ടുനടന്നു. മനസ്സിലുള്ള പ്രണയാണോ അല്ലയോ എന്നറിയാത്ത ആലോചിച്ച ദിനങ്ങൾ അതെത്രയാണെന്ന് എനിക്ക് തന്നെ അറിയില്ല. അത് തുറന്നു പറയണമെന്ന് ഒരിക്കൽ തീരുമാനിച്ചതാണ്. ഞങ്ങൾ കടന്നു പോകുന്ന ഇടവഴിയിൽ കൗതുകം തറച്ചു നിൽക്കുന്ന ഏട്ടനോട് അന്ന് എനിക്ക് പ്രണയമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അത് തുറന്നു പറയാൻ തീരുമാനിച്ച ദിവസം കാവിലെ ഉത്സവത്തിന് ആ മരച്ചുവട്ടിലിരുന്ന ആ പൊടിമീശക്കാരൻ്റെ അടുത്തേക്ക് ഓടി വന്ന ഒരു 8ാം ക്ലാസ്സുകാരി തൻ്റെ പ്രണയം തുറന്നു പറഞ്ഞപ്പോൾ അത് മനസ്സാൽ സ്വീകരിക്കുന്ന കരുതിയ ഒരു പൊട്ടിപ്പെണ്ണായിരുന്നു ആ 8ാം ക്ലാസ്സുകാരി. പ്രതീക്ഷകൾക്കോ ആശകൾക്കോ അപ്പുറം 10ാം ക്ലാസ്സുകാരൻ പ്രതികരിച്ച് ആ പെണ്ണിൻ്റെ കുഞ്ഞു മനസ്സിനെ തന്നെ വലിച്ചു കീറും വിധമായിരുന്നു. പുഴുത്ത പട്ടിയെപ്പോലെ അരികിൽ നിന്ന് ആട്ടി അകറ്റുമ്പോഴും തന്നിലെ പ്രണയവും ജീവിതം അവസാനിച്ചു പോയെന്ന് ആ പെൺകുട്ടി ചിന്തിച്ചു. അതുകൊണ്ടാവാം ആരും കാണാതെ കാവിലെ വിഷക്കായ ചവച്ചെന്ന് അവൾ ആത്മഹത്യക്ക് ശ്രമിച്ച് 3 ദിവസം മരണമായിട്ട് അവൾ ICUവിലും മല്ലിട്ടു. പ്രണയത്തെ പ്രാണന്റെ പാതിയാക്കാൻ കാത്തുനിന്നവൾക്ക് മരണസമ്മാനം എന്ന കയ്പ് നീരുമായി അരികിൽ നിന്ന ആ കാലം എല്ലാം കേട്ട് തറഞ്ഞിരിക്കുകയായിരുന്നു ആദി. അവിശ്വസനീയമായി അവനവളുടെ മുഖത്തേക്ക് നോക്കി. തുടരും ഈ കഥയുടെ അവസാന ഭാഗം നാളെ ഇതേ സമയം.